അതും പോരാ ഞാൻ. അപ്പം ദാസേട്ടനും പ്രതീക്ഷയൊക്കെ നിന്നെ ആൽബത്തിൽ എടുക്കുന്നത്, ഞാൻ പറഞ്ഞു എന്നെ അവരെടുക്കുന്നത് ഇങ്ങനെയാണ് എടുക്കുന്നത്, എന്നെ ഒന്നെങ്കിൽ ഇങ്ങനെ എടുക്കുക, അല്ലാതെ ഇങ്ങനെ നമ്മുടെ കാല് കവച്ച് വെച്ച് എനിക്ക് നിങ്ങളെ എടുക്കാൻ സമ്മതിച്ചില്ല. കാരണം എനിക്ക് പറ്റുമല്ലോ, ഒരു ആൽബമാണ് സിനിമയാണ് ഞാൻ ചെയ്യൂല എന്ന് പറഞ്ഞു. കുറച്ച് പേരാണെങ്കിൽ എന്റെ സുഹൃത്തുക്കളാണ്, ഞാൻ അവരെ അങ്ങനെയാണ്, എന്റെ ബ്രദർമാരും എന്റെ ചേച്ചിമാരുമായിട്ടാണ് ഞാൻ അവരെ കാണുന്നത്. അങ്ങനെയാണ്, കാരണം അവരന്നുള്ളത് കൊണ്ട് രക്ഷപ്പെട്ടല്ല, ഇവന്മാർ എന്നെ കൊന്ന് കുളിച്ചു മൂടിയാണ്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് ആ ഒരു റിസോർട്ടിൽ അരങ്ങേറിയത്. സത്യം പറയാലോ, നമ്മുടെ കൂടെ മദ്യപിച്ചില്ല, നമ്മൾ കൊണ്ടുവന്ന സാധനം അടിക്കാൻ പറ്റിയില്ല. കാരണം ഇവരുടെ കൂടെ പോയിട്ട് വന്നാണ്, ഇവരുടെ കൂടെ പോയി വന്ന മദ്യം തന്നെയാണ് അടിച്ചത്. എനിക്ക് സംശയമുണ്ട്, കാരണം മണമൊന്നുമില്ല. പക്ഷെ ആള് പക്കാ വയലന്റ്. പുറത്തേക്ക് ഇറങ്ങാണ്, റൂമിൽ നിന്ന് ഒരാളോട് സ്വകാര്യമായിട്ടോ അല്ലെങ്കിൽ കുറച്ച് ആൾക്കാരോട് സംസാരിക്കല്ല, പുറത്താണ് യൂട്യൂബേഴ്സ് വെക്കുന്നത്, അവരുടെ മുമ്പിലേക്ക് അങ്ങനെ ചെല്ലാണ്. എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയയിലേക്ക് സ്വാഗതം കിട്ടുന്നേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടും പ്രശ്നമായിക്കൊണ്ടിരിക്കുകയാണ് രേണുവിൻ്റെ പുതിയൊരു ആൽബം. അതിൻ്റെ ആ ഓരോ സംഭവങ്ങൾ കണ്ടപ്പോഴേ വിചാരിച്ചോളൂ ഇത് എന്തെങ്കിലുമൊക്കെ സംഭവിക്കാതെ തീരുകയല്ല എന്നുള്ളത്. കാര്യം അത്രയ്ക്കൊരു അഴിഞ്ഞാട്ടം തന്നെയാണ് രേണു കിടന്ന് കാണിച്ചത്. ആ വീഡിയോ എടുത്ത് നമ്മൾ ശരിക്കും എടുത്ത് റിയാക്ട് ചെയ്തതാണ്. കാര്യം ഒരു ഇതിൽ അഭിനയിക്കാൻ വന്നാൽ അഭിനയിച്ചേച്ച് പോകണം, അവിടെ കിടന്ന് കോമാളിത്തരം കാണിക്കുകയും കോമാളിത്തരം പിടിച്ച് വർത്താനങ്ങൾ പറയും. അങ്ങനെയുള്ള ഒരു എൻ്റെ അഴിഞ്ഞാട്ടമാണ് ഇവരെവിടെ ചെന്നാലും ഇവരിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് അവിടെ വന്ന് അതിനെ ചൊല്ലിയുള്ള എൻ്റെ വിഷയമാണ് ഇത് പ്രശ്നം ഇത്രയേ ആയത്. ഇതിൽ പറഞ്ഞു വരുമ്പോഴത്തേക്ക് രേണുവിൻ്റെ ഭാഗത്ത് നല്ലപോലെ തെറ്റുണ്ട്, നല്ലപോലെ പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഇനി ഒരു കാര്യം പറയാണ്, രേണുവിനെ ഇഷ്ടപ്പെടുന്നവർ ഇതിലേക്ക് വരണമെന്നില്ല. കാര്യം എന്ന് വെച്ചാൽ ഇതിൽ ശരിയും തെറ്റുമല്ല ഞാൻ പറയും. രേണു ചെയ്തിട്ടുണ്ട് നല്ല കാര്യങ്ങളും പറയും, രേണു കാണിച്ചിട്ട് തെറ്റും പറയും. ഞാൻ എല്ലാ വീഡിയോയിലും അങ്ങനെ തന്നെയാണ്, അവർ കാണിക്കുന്നത് നല്ലതാണെങ്കിൽ നല്ലതാണ് തന്നെയാണ് ഞാൻ പറയാറുള്ളത്. തെറ്റാണെന്നുള്ളത് തന്നെ ചൂണ്ടിക്കാണിക്കേണ്ടി, അതാണ് നമ്മൾ റിയാക്ട് ചെയ്യുന്നത്. അല്ലാതെ അവർ നല്ലത് ചെയ്താലും അത് തെറ്റാന്ന് പറയത്തില്ല, ഒരിക്കലും ഇല്ല. കാര്യം ഇതിൽ എൻ്റെ ഒരു വീഡിയോ കണ്ടതിൻ്റെ എൻ്റെ ഒരു അഭിപ്രായങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. നിങ്ങൾക്ക് പറയേണ്ടത് നിങ്ങൾ കമൻറ്റിലൂടെ പറയാം. അപ്പം നമുക്ക് ആദ്യം രേണു പറയുന്ന കാര്യം തന്നെ ഒന്ന് കേൾക്കാം. ആരോപണങ്ങൾ തുടരെ വന്നുകൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് ഇപ്പം രേണു അഭിനയിക്കാൻ പോയ ഒരു ആൽബം ഷൂട്ട് മുടങ്ങി, അതിൽ ഒരുപാട് ആരോപണങ്ങൾ രേണു അതിൽ ലഹരി ഉപയോഗിച്ചു എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥ ഉണ്ടായി. എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത്? വെറും പച്ചക്കള്ളമാണെന്ന് നമുക്ക് ഞാനും കുറച്ച് ആൾക്കാരോട്, നമ്മൾ വീഡിയോക്കാർ കുറച്ച് പേര് അവർ പ്രൊമോഷന് വേണ്ടി വിളിച്ചത്. അതായത് എന്നോട് ഈ വിപിൻ എന്ന് പറയുന്ന വിപിൻ എന്ന് പറഞ്ഞ ഈ ചെറ്റൻ തന്നെ ഞാൻ പബ്ലിക്കായിട്ട് പറയാം, അതുപോലെ വൃത്തികെട്ടവനാണ് ഈ വിപിൻ എന്ന് പറയുന്നവൻ. അവൻ കുണുങ്ങി എന്ന ആൽബത്തിലാണ് എന്നെ ദാസേട്ടനെ വെച്ചുള്ള ആൽബത്തിലാണ് ഞാൻ അയാളെ കാണുന്നത്. അയാൾ ഡയറക്ടറായിരുന്നു. ഇതിനുശേഷം അയാൾ കുറെ നാൾ മുന്നേ എൻ്റെ ഒരു ദുബായിലോ അബുദാബിയിലുള്ള ഒരു സൗദിയിലുള്ള ഒരു പെണ്ണാണ് ഇതിന്റെ ഡയറക്ടർ. 24 മണിക്കൂർ വിളിച്ചോണ്ടിരിക്കാൻ അങ്ങോട്ട്. അപ്പോൾ ഞാൻ ചോദിച്ചത് ഇതാണ് പ്രൊഡ്യൂസർ, ഡയറക്ടർ അല്ല പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞു. പ്രൊഡ്യൂസർ കാശ് അയച്ചത് ഇവൻ ഈ പറയുന്ന പോലെ 15-20 ഒന്നും അയച്ചു തന്നിട്ടില്ല. എനിക്ക് അഡ്വാൻസ് അയച്ചിട്ടുണ്ട്, ഒരു പുതിയൊരു ആൽബം ഉണ്ട്. എന്നോട് സ്റ്റോറി ഒന്നും പറഞ്ഞിട്ടില്ല. എന്നോട് പറഞ്ഞു കുറച്ച് ഡ്രസ്സാണ്, മോഡൽ ഡ്രസ്സാണെന്ന് പറഞ്ഞു ഇയാൾ. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി ചേട്ടാ, മോഡൽ ഡ്രസ്സാണ്, ഞാൻ നോക്കട്ടെ, എനിക്ക് കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രം. ഞാൻ ബഹറില്ല, ഞാൻ റാസൽ ഗെയിമിൽ ദുബായിൽ പോവാം, നിങ്ങൾ എന്റെ വീട്ടിലോട്ട് അയച്ചു തന്നു, ഞാൻ വീട്ടിൽ വന്നിട്ട് 2 ദിവസം കഴിഞ്ഞ് കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രം ഞാനിത് ഇടത്തേ ഉള്ളൂ, ഇട്ട് അഭിനയിക്കാന്ന് പറഞ്ഞു. ശരി രേണു, ഞാൻ അയച്ചുതരാം. അപ്പം റാസൽ ഗെയിമിൽ നിങ്ങൾക്ക് അറിയില്ല, എനിക്ക് അവിടെ നമുക്ക് വാട്സ്ആപ്പ് കോൾ അവൈലബിൾ അല്ല. വോയിസ് കേട്ടാൽ ഞാൻ ഈ പ്രൊമോഷന് പോകുന്നത് 2 മണിക്ക് 3 മണിക്കൊക്കെയാണ് ലേറ്റ് ആയിട്ട് ഞാൻ റൂമിൽ വരുന്നത്. പ്രൊമോഷൻ കഴിയുമ്പോഴത്തേനും 6 മണി തൊട്ട്. ഓക്കെ, നിങ്ങൾ പോയിട്ട് വരുമ്പോൾ ഒരുപാട് സമയം പോകുന്നു പറഞ്ഞു. നിങ്ങൾ അവിടെ കിടന്ന ഡാൻസും കൂത്തും എല്ലാം കഴിഞ്ഞ് നിങ്ങൾ റൂമിലേക്ക് വരുമ്പോൾ ഒരുപാട് സമയം പോകുന്നറിയാം. ക്ഷീണമൊക്കെ ആയിരിക്കാം, ഓക്കെ സമ്മതിച്ചു. പിറ്റേ ദിവസം എണീക്കുമ്പോഴേക്കും നിങ്ങൾക്ക് ഒരു വർക്കിനെ പറ്റി ഒരാളൊരു മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ അതൊരു വർക്കിനെ പറ്റിയാണ്, അല്ല ചുമ്മാ ലോഗിൻ ചോദിച്ച് അയച്ചേക്കുന്ന മെസ്സേജ് അല്ല, വർക്കിനെ പറ്റിയാണ്. അത് തന്നെ നിങ്ങൾക്ക് കേട്ടുകൂടായിരുന്നു. അത് നിങ്ങൾ പറയുന്ന ഒരു ന്യായം, ഇങ്ങനെയാണോ നിങ്ങൾ എല്ലാ വർക്കും ചെയ്യാൻ പോകുന്നത്? പിന്നെ ഈ ഒരു വേഷത്തിൽ രേണു നല്ല അടിപൊളിയായിട്ടുണ്ട്, സുന്ദരിയായിട്ടുണ്ട്, ഒരു എന്നെ നല്ല ഭംഗിയിലാണ്. ഇവർ ആ സാരി ഒരിടവും വൃത്തികേടില്ലാതെ, വയറും കാണിച്ചിട്ടില്ല, കഴുത്തും കാണിച്ചിട്ടില്ല, എത്ര മാന്യമായിട്ടാണ് അവരെ ഉടുത്തേക്കുന്നത്. അവരെ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ഇവർക്ക് മാന്യമായിട്ട് സാരി ഉടുത്തുകൊണ്ട് പോകാനും അറിയാം. ഇവർ ഇച്ചിരി വൾഗറാകാനായിട്ട് കൂടെ തുടങ്ങിയപ്പോഴത്തേക്കുണ്ടല്ലോ ഇവർ മഹാ തോന്നിവാസം കൂടെ കാണിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ ഡ്രസ്സ് ഇടുന്ന കാര്യത്തെപ്പറ്റിയൊക്കെ ഇവർ പറയുന്നു. നിങ്ങൾ ഇടുന്ന ഡ്രസ്സുകൾ എന്നാന്നുള്ളത് ഈ ഓഡിയൻസ് മുഴുവൻ കണ്ടോണ്ടാണ് ഇരിക്കുന്നത്. നിങ്ങൾ കാണിക്കുന്ന ഡ്രസ്സുകൾ, നിങ്ങൾക്ക് ഡ്രസ്സ് ഇടുന്നതിനെ പറ്റി നിങ്ങൾ ഭയങ്കര ഇതായിട്ട് പറയുന്നുണ്ടല്ലോ. നിങ്ങൾ ഈ കഴിഞ്ഞ ഒരിടയ്ക്ക് ഏതോ ഒരു ഇതിൻ്റെ ഇപ്പോഴും അത് കിടന്ന് ഓരോരുത്തരും അതെടുത്ത് വീണ്ടും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഒരു ഉടുപ്പ്, ഒരു കറുത്ത ഉടുപ്പ് കഴുത്ത് വെട്ടി ഇറക്കി വെച്ച് ഒരു കണ്ണാടിയും കൂടെ അതിൻ്റെ നടുക്കോട്ട് തൂക്കിയിട്ടിട്ടുണ്ട്, ആ ഗ്ലാസ് തൂക്കിയിട്ടുണ്ട്. എന്നിട്ട് ഇവർ ഏതാണ്ട് തിന്നോണ്ടിരിക്കുക, അത് ഇവരുടെ മേത്ത് വീണതായിട്ടാണ് ഇവരെ കാണിക്കുന്നത്. എന്നിട്ട് അവർ കുനിഞ്ഞെങ്ങൊന്നും കൂടെ കാണിക്കുന്ന ആ വീഡിയോ എടുക്കുന്നവന്മാർക്ക്. ഇതൊക്കെയാണോ നിങ്ങൾ വലിയ ഡ്രസ്സ്? നിങ്ങളുടെ ഇപ്പോൾ ഈ സാരി ഉടുത്തുകൊണ്ട് നിങ്ങളിരുന്ന് പറയുന്നത് കേട്ടാൽ തോന്നും ഭയങ്കര കുലസ്ത്രീ എന്ന് തോന്നും. നിങ്ങളങ്ങ് അടങ്ങി ഒതുങ്ങി ആരുടെ എടുത്ത് ശരീരത്തിൻ്റെ ഒരു ഭാഗവും കാണിക്കാതെ ഭയങ്കര ഒരു അടക്കം ഒതുക്കമുള്ള ഒരു പെണ്ണെന്ന് നിങ്ങളുടെ വർത്താനം കേട്ടാൽ നിങ്ങൾക്ക് സൗകര്യം പോലെ നിൽക്കാനും സൗകര്യം പോലെ പറയാനും നിങ്ങൾക്കറിയാം. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെയൊക്കെ കാണിച്ചു കഴിയുമ്പോഴത്തേക്ക് പുതിയതിലേക്ക് വിളിക്കുമ്പോൾ അവർ ആ മൈൻഡിലാണ് നിങ്ങളെ കാണുന്നത്, ആ മൈൻഡിലാണ് നിങ്ങളെ എല്ലാവരും കാണുന്നത്. നിങ്ങൾ തന്നെ ഒരു ദിവസം ഒരു ലൈവിലൂടെ പറഞ്ഞായിരുന്നു, ആദിലച്ഛൻ്റെ ഒരു ഇതിൻ്റെ ഷൂട്ട് കഴിയുമ്പോഴത്തേക്ക് പറഞ്ഞായിരുന്നു. അത് ഇതിനകത്തുള്ള വീഡിയോസ് പോലും അല്ലേ നിങ്ങൾ പുറത്തോട്ട് വിട്ടത്. അതിനകത്ത് അങ്ങനെ കാണിച്ചപ്പോൾ നിങ്ങൾക്കൊന്നും തോന്നിയില്ലായിരുന്നു. എന്നിട്ട് നിങ്ങൾ അത് ഇറങ്ങിയപ്പോൾ നിങ്ങൾ പറഞ്ഞു തന്നെ ആ ലൈവിലൂടെ നിങ്ങൾ വീഡിയോ കോൾ ചെയ്ത് നിങ്ങൾ ദാസേട്ടനും ആർജലിച്ച് നിങ്ങളോട് കൂടി പറഞ്ഞത്. നിങ്ങളാണല്ലോ പറഞ്ഞത്, ആർജലിച്ചോ ദാസപ്പനോ ഒന്നും അങ്ങനെ പറഞ്ഞൊന്നുമില്ല, നിങ്ങളാണ് പറഞ്ഞത്. ഏപ്പടത്തിൽ അഭിനയിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടം. നീ ഏപ്പടത്തിൽ അഭിനയിക്കാൻ പറഞ്ഞാൽ തുണി മൊത്തം കൊടുത്തോണ്ടല്ലോ അഭിനയിക്കുന്നത് അല്ലേ? ഏപ്പടമെന്ന് പറയുന്നത് എന്തിനാണ്? അത് തുണി മൊത്തം കൊടുത്ത് ഇതുപോലെ പർദ്ദ ഇട്ടുകൊണ്ടൊന്നും അഭിനയിക്കുന്ന കാര്യമല്ലല്ലോ നിങ്ങൾ ഉദ്ദേശിച്ചത്.
വായിന്ന് അഴിഞ്ഞാടി കിടന്ന് ഓരോന്ന് പറയുമ്പോൾ ചിന്തിക്കണം, എവിടുന്നേലുമൊക്കെ പണി കിട്ടുമെന്ന് ചിന്തിക്കണം. ഒക്കെയാണ് ലേറ്റ് ആയിട്ട് ഞാൻ റൂമിൽ വരുന്നത് പ്രൊമോഷൻ കഴിയുമ്പോഴത്തേന് 6 മണി തൊട്ടുള്ള. അപ്പൊ എനിക്ക് വോയിസ് ഒന്നും ഞാൻ കേൾക്കത്തില്ല. ചിലപ്പോൾ കേട്ടെന്ന് വരുത്തി തീർന്ന് ഞാൻ ലൈക്ക് ഇടും. ഇതാണ് കാര്യം. അപ്പം ഇയാൾ പറഞ്ഞത് ഒന്നും ഞാൻ കേട്ടില്ല. ഇയാൾ പറഞ്ഞിട്ടുള്ളതൊന്നും എനിക്കറിയത്തില്ല. ഇന്ന സീൻ ഒന്നും എന്നോട് ഒന്നും പറഞ്ഞിട്ടില്ല. ഒരു ആൽബം ഉണ്ടെന്നേ പറഞ്ഞു. പക്ഷെ ഇപ്പോൾ എനിക്ക് മനസ്സിലായി തെർത്താത്തയുടെ കൊട്ടേഷനുമായിട്ട് എന്നെ എന്തോ കരുതി കൂട്ടി ഇവരെല്ലാം ചതിച്ചിട്ട് തെർത്താത്തക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയുള്ള കൊട്ടേഷൻ. അതായത് എന്റെ ഹസ്ബൻഡിന്റെ വീട്ടിൽ പോയ തെർത്താത്ത അതുപോലെ ഇപ്പൊ പലരെയും വെച്ചിട്ട് എന്നെ കൊടുക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിപ്പം എല്ലാ ബുദ്ധിയുള്ള മനുഷ്യർക്കറിയാം. ഞാൻ അങ്ങനെ ആ ഇവരുടെ വീട്ടിൽ ചെന്ന് വിപിലാന്ന് പറഞ്ഞ വൃത്തികെട്ടവന്റെ വീട്ടിൽ ഞാൻ ചെന്നപ്പം ഇവന്റെ വൈഫ് ഉണ്ട്. ഇവർ എനിക്ക് ഡ്രസ് എടുത്തപ്പോൾ ഞാൻ ഇട്ട് കംഫർട്ടബിൾ ആണെന്ന് ഞാൻ എന്തായാലും കംഫർട്ടബിൾ ആണോ നോക്കി ഫോട്ടോ എടുത്തു. കാരണം എനിക്ക് അറിയണം. ഞാനിപ്പോൾ നോക്കിയപ്പോൾ എനിക്ക് കംഫർട്ടബിൾ അല്ല കേട്ടോ. നമ്മുടെ ചേച്ചി എനിക്ക് കംഫർട്ടബിൾ. എന്നിട്ട് പോലും ഇവർ സീൻ പറയുന്നില്ല. ഇവർ ഒരു പാർട്ടി വെയറാണ്, പാർട്ടിക്ക് ഡാൻസ് കളിക്കും. ഓക്കെ ശരി, എന്റെ വീഡിയോക്കാർ നിങ്ങൾക്ക് അറിയാം. കുറച്ച് പേരാണെങ്കിൽ എന്റെ സുഹൃത്തുക്കളാണ്. ഞാൻ അവരെ അങ്ങനെയാണ് എന്റെ ബ്രദർമാരും എന്റെ ചേച്ചിമാരുമായിട്ടാണ് ഞാൻ അവരെ കാണുന്നത്. അങ്ങനെയാണ്. കാരണം അവരന്നുള്ളത് കൊണ്ട് രക്ഷപ്പെട്ടല്ല. ഇവന്മാർ എന്നെ കൊന്ന് കുളിച്ചു മൂടിയാണ്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് ആ ഒരു റിസോർട്ടിൽ അരങ്ങേറിയത്. സത്യം പറയാലോ. ഇവർ പറയുന്നതൊക്കെ ജനുവിനാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ട്? എനിക്ക് തോന്നിയിട്ടുള്ള സത്യം പറയാം. അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ നടന്നു കാണും, ഇല്ലെന്നല്ല. പക്ഷേ ഒരു പരിധി വരെ ഇവരുടെ കയ്യിലിരിപ്പുകൊണ്ട് നടന്നതേ ഞാൻ പറയുള്ളൂ. ഇവരുടെ കയ്യിലിരിപ്പുകൊണ്ട് നടന്നത് ഇവരിപ്പോൾ ഷെബീന ബീവിയുടെ തലയിലോട്ടാണ് ഈ ഒരു പ്രശ്നം കൂടെ കൊണ്ടുവച്ചത്. ഇവർക്ക് നാണമില്ലേ? ഇവർക്ക് ശകലം പോലും നാണമില്ലെന്നാണ് ഞാൻ ഓർക്കുന്നത്. അവരെ ഇങ്ങനെ പ്രകോപിപ്പിച്ച് അവർ ഇവരുടെ അടിവേര് വരെ തപ്പിപ്പോയിട്ടുണ്ട്. ഓരോന്നോരോന്ന് അവരുടെ അടുത്ത് പുറത്തിട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും ഇവർക്ക് മിണ്ടാതിരിക്കാനായിട്ടായിട്ടില്ല. ഇനി പലതും പുറത്ത് വന്ന് നിങ്ങൾക്ക് തല പൊക്കി നടക്കാൻ വരാത്ത അവസ്ഥയാവുമെന്ന് അവർ തന്നെ പറയുന്നുണ്ട്. വെളിയിലോട്ട് നിങ്ങളെ ഇഷ്ടപ്പെടുന്നവർ മൊത്തം നിങ്ങൾക്കെതിരെ തിരിയുന്ന ഒരു അവസ്ഥയാവുന്നുണ്ട്. അവർ വീണ്ടും അനങ്ങാതിരിക്കുമ്പോൾ അവർ വീണ്ടും അവരെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു വിഷയം അവരുടെ തലയിലോട്ട് ഇട്ട് കൊടുക്കുന്നു. അതെങ്ങനെ അവരുടെ തലയിലോട്ടാകുന്നത്? ഇവിടുന്ന് പോകുന്നതിന് മുന്നേ ആണല്ലോ അങ്ങനെ ഷൂട്ടിൻ്റെ കാര്യം പറഞ്ഞത്, ഇല്ലേ? ഇവിടുന്ന് പോകുന്നതിന് മുമ്പേ ഷൂട്ടിൻ്റെ കാര്യം പറഞ്ഞു. അന്ന് അവരും കൂടെ തമ്മിൽ എപ്പോഴും പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞാലും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല. അങ്ങനെ ആ ഒരു ഇത് കഴിഞ്ഞിട്ടാണ് കിച്ചുവിൻ്റെ വിഷയം വന്നത്. കിച്ചുവിൻ്റെ വിഷയം വന്നപ്പോൾ കഷ്ടകാലത്തിന് അവരെ കിച്ചുവിനെ ഒന്ന് കാണാൻ പോയതാണ്. കാണാൻ പോയിട്ട് അതുകൊണ്ട് അതും അവരുടെ തലയിലോട്ട് വെച്ചു. അവർ പോയില്ലായിരുന്നെങ്കിൽ ഇവരത് ആറത്തോളം വെക്കുമായിരുന്നു. ആ ഒരു പ്രശ്നം. എനിക്കിതാണ് ഇവരുടെ സ്വഭാവം ഇഷ്ടമല്ലത്. ഇവരുടെ കുറ്റങ്ങളല്ല ഇവർ മനസ്സിലാക്കുന്നത്. ഇവർ മറ്റുള്ളവരിലേക്ക് ഇവരുടെ കുറ്റങ്ങൾ ചാരി വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇവർക്ക് ഒരിക്കലും കുറ്റങ്ങളില്ല. ഇവരൊരിക്കലും തെറ്റുകാരിയല്ല. ഇവർ ഭയങ്കര ക്ലീനാണ്. അവർ പറഞ്ഞിട്ട് ഇവരാണ് ഇപ്പോൾ ഈ ഒരാളെ പറഞ്ഞു വിട്ടേക്കുന്നതെന്ന്. ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്ത സമയത്ത് നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ ആ വീഡിയോയ്ക്കകത്ത് പറഞ്ഞായിരുന്നു ഇവർ മദ്യപിച്ചിട്ടുണ്ടോ എന്ന് സംശയമുണ്ടെന്ന് പറഞ്ഞിരുന്നത്. ഞാൻ ആ വീഡിയോയ്ക്കകത്ത് കാര്യം ഇവർ ഒരു കാര്യം പറയുമ്പോൾ ഇവർ നാക്ക് കുഴയുന്നു. അതുപോലെ തന്നെ ഇവരങ്ങ് ഓവറായിട്ട് എന്നതൊക്കെയോ ഒരു ബോധമില്ലാത്ത പോലെ ഇവരൊന്ന് കാണിക്കുന്നുണ്ട്. ഞാൻ അന്നേരം പറഞ്ഞു ഇവർ മദ്യപിച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നതെന്ന് ഞാൻ അന്നേരം എൻ്റെ വീഡിയോ പറഞ്ഞായിരുന്നു. ബാക്കി നമുക്കിത് കേൾക്കുമ്പോൾ ആ കാര്യം എന്നാന്നുള്ള ഞാൻ പറയാം. ഞാൻ അവിടെ ചെന്ന് സീൻ പറഞ്ഞു തരും. അപ്പൊ രാവിലത്തെ സീനൊന്നും കുഴപ്പമില്ല, ഒരു പൂ തരുന്ന സീനാണ്. അത് നിങ്ങളെല്ലാം കണ്ടു കാണും. ഇയാൾ തന്നെ പറഞ്ഞ് പ്രമോഷൻ കൊടുക്ക്. ഒരു ഉച്ച കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോ തൊട്ട് ഇയാൾ മാറ്റിയും മറിച്ചും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു. ഞാൻ എന്ത് സീൻ അടുത്ത് എടുക്കാൻ പോകുന്നത്? ഇയാൾ ഒരു ഡ്രസ്സ് എടുത്ത് തന്നിട്ടുണ്ട്, ഇതാണ് ഇടേണ്ടത്. ഇയാളുടെ വൈഫാണ്. ഇയാളുടെ വൈഫ് വന്നിട്ട് ഓരോന്ന് വീഡിയോ പിടിച്ചോണ്ടിരിക്കും. അപ്പൊ ഞാൻ ചോദിക്കുന്നുണ്ട് ചേച്ചി എന്താ വീഡിയോ പിടിക്കുന്നത്? ഞാൻ വെറുതെ എനിക്കിതൊന്നും അറിയത്തില്ല. അപ്പം ഇവരെല്ലാം ഒത്തോണ്ട് ഷെഫീന ബീവി എന്ന് പറയുന്നത്, അതായത് ഈ തെർത്താത്തയ്ക്ക് കൊടുക്കാനുള്ള തെളിവുകളായിരുന്നു ഇതെന്ന് എനിക്ക്. അദ്ദേഹത്തിൻ്റെ ഭാര്യയുള്ള സമയത്ത് അദ്ദേഹം ആ ഭാര്യയുടെ മുന്നിൽ വെച്ച് ഇവരുടെ അടുത്ത് ഒന്നും അങ്ങനെയുള്ള വൃത്തികെട്ട കാര്യങ്ങൾ പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവരിപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയുണ്ട് കൂടെ, ഇവർ വിഷയം ഉണ്ടായുള്ള കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. അത് നമുക്ക് കേൾക്കാം. അതിനു മുമ്പ് ഇവരിപ്പോൾ ഇതും ഷെബീന ബീവിയാണ് പ്രശ്നം ഇവരങ്ങ് വരുത്തി തീർക്കുവാണ് ചെയ്യുന്നത്. നമ്മൾ നിഷ്കളങ്കത, നമ്മൾ ആരെയും ചതിക്കുന്നില്ല. നമ്മൾ ഒരു ചതിയും ചെയ്യാത്ത ആൾക്കാരാണ്. ഈ സ്ത്രീ പുരുഷനും എൻ്റെ അടുത്ത് പറഞ്ഞു ഈ ഡ്രസ്സ്, ഈ കുഞ്ഞു ഡ്രസ്സ്, ഞാൻ ഡ്രസ്സ് നിങ്ങളെ കാണിക്കാം, കുഞ്ഞു ഡ്രസ്സ് ഇട്ടുകൊണ്ട് ഇങ്ങനെ എടുക്കണം, പിള്ളേരെ എടുക്കുന്ന പോലെ എന്നെ എടുക്കണം. ഞാൻ പറഞ്ഞാൽ നടക്കത്തില്ല, അങ്ങനെ എടുക്കാൻ പറ്റത്തില്ല. അതെന്നെ അറിയണു. അപ്പൊ ക്യാമറമാൻ എന്നോട് വന്നിട്ട് അയാളുടെ പേര് എനിക്കറിയില്ല, പുറകെ നിന്നുള്ള ആംഗിൾ വെക്കുന്നത്, രേണുവിന്റെ ഫേസ് മാത്രമേ ഉള്ളൂ, ഇങ്ങനെ തന്നെ എടുക്കണമെന്ന് നിർബന്ധിച്ചുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു പറ്റത്തില്ല. ഈ കള്ള വിപിലാൽ എന്ന് പറയുന്ന ഈ കള്ള തേർഡ് റേറ്റ് അവന്റെ ഭാര്യ പറയാണ് ഞാൻ എടുത്ത് ഡെമോ ചെയ്യാന്ന്. ഞാൻ പറഞ്ഞു നടക്കത്തില്ല ചേച്ചി, എനിക്ക് അങ്ങനെ പറ്റത്തില്ല. അതും പോരാ. ഞാൻ അപ്പം ദാസേട്ടനും പ്രതീക്ഷയൊക്കെ നിന്നെ ആൽബത്തിൽ എടുക്കുന്നത്. ഞാൻ പറഞ്ഞു എന്നെ അവരെടുക്കുന്നത് ഇങ്ങനെയാണ് എടുക്കുന്നത്, എന്നെ ഒന്നെങ്കിൽ ഇങ്ങനെ എടുക്കുക, അല്ലാതെ ഇങ്ങനെ നമ്മുടെ കാല് കവച്ച് വെച്ച് എനിക്ക് നിങ്ങളെ എടുക്കാൻ സമ്മതിച്ചില്ല. കാരണം എനിക്ക് പറ്റുമല്ലോ, ഒരു ആൽബം ആണെങ്കിലും സിനിമയാണെങ്കിലും ഞാൻ ചെയ്യൂല എന്ന് പറഞ്ഞു. പാപം. ദാസേട്ടനുമായിട്ട് ഒരു മന്ദാരച്ചൽ എന്ന് പറഞ്ഞൊരു സംഭവം ചെയ്തപ്പോഴത്തേക്ക് ഒരു ബെഡ്റൂം സീൻ എടുത്തായിരുന്നല്ലോ. അതിനകത്തുള്ള സീനായിരുന്നോ? അല്ലായിരുന്നല്ലോ. അപ്പോൾ നിങ്ങൾക്ക് പ്രശ്നമില്ലായിരുന്നോ? അപ്പോൾ നിങ്ങൾക്ക് ഒരു സങ്കടവും ഇല്ലായിരുന്നു. ഇതൊക്കെ പുറത്തോട്ട് വന്നാൽ ഇനി ഷൂട്ടിനകത്ത് ആ ഒരു ആൽബത്തിനകത്ത് ഇല്ലാത്തൊരു സീനാണ്. അത് നിങ്ങൾക്ക് പുറത്തോട്ട് വിടാതിരിക്കായിരുന്നു. നിങ്ങളത് പുറത്തോട്ടും വിട്ട് നിങ്ങൾ ഭയങ്കര ഗമയിലായിരുന്നു എന്ന് പറഞ്ഞു നടന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു തീണ്ടലൊന്നും ഇല്ലായിരുന്നോ? പിന്നെ ഓരോ ആണുങ്ങളുടെ തോളയിലും കയറി ഓരോ ആണുങ്ങൾ പൊക്കി എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും എറിയാനിട്ട് സൗകര്യം വെച്ച് കൊടുക്കുമ്പോഴത്തേക്ക് ഒന്ന് ഓർക്കുക, ഇതൊക്കെ പിന്നീട് തിരിച്ചു വരും എന്ന് ഓർക്കുക. ഒരു പെണ്ണാന്നുള്ളൊരു ചിന്ത വേണം. സമൂഹത്തിൽ ഇറങ്ങി നടക്കണമെന്നുള്ളൊരു ചിന്ത. ഇപ്പോൾ പെണ്ണെന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവരും ചോദിക്കും ആണിനും പെണ്ണിനും എന്താ വ്യത്യാസം ചോദിക്കും. പെണ്ണിന് പെണ്ണിൻ്റെതായ കുറേ കാര്യങ്ങളുണ്ട്. എന്നാൽ പിന്നെ ഇവർ ഡ്രസ്സ് ഇടുന്നതിന് എന്തിനാണ് ബഹളം വെക്കുന്നത്? ആണുങ്ങൾ ഷർട്ടിടാതെ ഏത് ഫോട്ടോയ്ക്ക് ഏതിനും നിൽക്കില്ല. അതുപോലെ ഇവർ നിൽക്കുമോ? ആണും പെണ്ണും തുല്യരാന്ന് പറയുന്നിടത്ത് ആണുങ്ങൾ ഷർട്ട് ഉരിച്ച് നിൽക്കുന്നത്. അതുപോലെ ഇവർ നിൽക്കുമോ? പെണ്ണായതുകൊണ്ട് ഞാനും ആണിനൊപ്പം തുല്യമാണെന്ന് പറഞ്ഞുകൊണ്ട്. അത് തന്നെയല്ല, ആ ഷാപ്പിലെ വീഡിയോസ് തന്നെയല്ല, നിങ്ങൾ പഴയതെടുത്ത് നോക്കിയറിയാം. പണ്ട് അലൻ ജോസ് പെരേരയും പിന്നെ പ്രജീഷും ഒക്കെ ഉള്ളതിനകത്ത് ഇവിടെ എടുത്ത് കറക്കുന്നുണ്ട്. അലൻ ജോസ് ആദ്യം കറക്കുന്നത്. അതൊന്നും ഷൂട്ടിൻ്റെ ഭാഗമായിട്ടല്ല.
അലൻ ജോസ് കറക്കുന്നു, അത് കഴിഞ്ഞ് പ്രജീഷ് എടുത്ത് കറക്കുന്നു, അത് കഴിഞ്ഞ് പിന്നെ ആ മന്ദരച്ചലിൻ്റെ ഷാപ്പിലെ ആ ഒരു സീൻ വന്നപ്പോഴത്തേക്ക് തലേ ദിവസം രാത്രിയിൽ ആ ജലച്ചുവിൻ്റെ വീട്ടിൽ ഭയങ്കര കുന്തളിപ്പായിരുന്നു കിടന്നത്. ആ കുന്തളിപ്പ് എടുക്കുന്ന സമയത്ത് ആ അഭിഷേക് എന്ന് പറയുന്നവരോട് ഒന്നിച്ചാൽ നീ എന്നെ ഒന്ന് എടുത്തേ, അതുകൊണ്ട് അവൻ പൊക്കി എടുക്കുന്നു, കൈരാശത്തേക്കാളും ഇച്ചിരി കൂടെ വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട്, ഇതൊക്കെയാണ് പറയുന്നത്. ഇതൊക്കെ നല്ല കാര്യങ്ങളായിരുന്നു നിങ്ങൾ കിടന്ന് കാണിച്ചുകൊണ്ടിരുന്നത്. ഇതുപോലൊക്കെ കാണിക്കുന്ന പെണ്ണുങ്ങളോട് ഇങ്ങനെയൊക്കെ മറ്റുള്ളവർ പെരുമാറുള്ളൂ. നമുക്കൊരു ക്വാളിറ്റി വേണം. ഒരു ക്വാളിറ്റി ഉണ്ടെങ്കിൽ നമ്മളെ ആരും ആവശ്യമില്ലാതെ ഒന്നേ അവൻ അടുത്തോട്ട് വരത്തുള്ളൂ. ഒരു നോട്ടത്തിൽ നമുക്ക് നിർത്താൻ പറ്റും നമ്മുടെ അടുത്തോട്ട് വരുന്ന ഒരുത്തനെ. നിങ്ങൾ അതുപോലെ കിടന്ന് കുന്തളിപ്പ് കാണിച്ച് എല്ലാം ഉണ്ടാക്കി ഇപ്പം ഇതിനകത്ത് വലിയ പതിവ്രത കളിക്കുന്ന ഈ ഒരു ഇതിൻ്റെ വന്നപ്പോഴത്തേക്ക് സീൻ വന്നപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇഷ്ടമല്ലായിരിക്കാം, ശരിയായിരിക്കാം, നിങ്ങളുടെ ഇഷ്ടമാണ് ആര് പൊക്കി എടുക്കുക ആര് കെട്ടിപ്പിടിക്കുക എന്നൊക്കെ ഉള്ളത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കാണിച്ച് കൂട്ടിയതിനാണ് നിങ്ങൾ അനുഭവിക്കുന്നത്. ഇയാൾ പറഞ്ഞു അടുത്ത സീൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെ എന്നെ കൊണ്ട് ബെഡിൽ കിടത്തിയിട്ട് പുക്കളയിൽ എന്തോ മുന്തിരി വെച്ചിട്ട് അയാൾക്ക് കടിച്ചെടുക്കണം എന്ന് ഇയാൾ പറഞ്ഞു. ഞാൻ പറഞ്ഞു നടക്കുന്ന കേസല്ല ചേട്ടാ, എനിക്കിത് പറ്റൂലെന്ന് പറഞ്ഞു. പറ്റൂല, ആദ്യം ഞാൻ മിതത്വമായിട്ടാണ് പറഞ്ഞു പറ്റൂല ചേട്ടാ പ്ലീസ് എനിക്ക് പറ്റൂല. അത് ഞാൻ അയാളെ മദ്യപിച്ച അവശയായിട്ടുള്ള ഒരു സീനാണ്. ഞാൻ അന്നത്തെ ദിവസം രാവിലെ തൊട്ട് വൈകുന്നേരം ഞാൻ ഒരു മദ്യവും കഴിച്ചില്ല. ഇവർ ഈ പറയുന്ന ഇവരല്ലെങ്കിൽ തെളിവ് കൊണ്ടിട്ട് ഒരു സിഗരറ്റും വലിച്ചില്ല, മദ്യവും കഴിച്ചില്ല ഞാൻ. അപ്പം മദ്യവും സിഗരറ്റും എല്ലാം ഉണ്ടോ കക്ഷിക്ക്? ഞാൻ അന്നത്തെ ദിവസം മദ്യം കഴിച്ചിട്ടില്ല, സിഗരറ്റും വലിച്ചിട്ടില്ല എന്ന് പറയാം. എന്നതൊക്കെയാണ് രേണു കേൾക്കുന്നത്? ഇന്നതൊക്കെയാണ് ഈ കേൾക്കുന്നത്. ഇവർ മദ്യപിച്ചിട്ടില്ല എന്നിവർ പറഞ്ഞു. ഞാൻ പറഞ്ഞതാണ് കറക്റ്റായിട്ട് പറഞ്ഞത്. അത് അദ്ദേഹം പറഞ്ഞതിനോട് ഞാനും യോജിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ്. ഒരിതാണ് കാര്യം. ആ ഒരു എൻ്റെ ഒരു വീഡിയോക്കകത്ത് കിടപ്പുണ്ടായിരുന്നു സിനി. കഴിഞ്ഞ ദിവസം ഇവരിട്ട ഷൂവിൻ്റെ ഒക്കെ വില പറഞ്ഞ് ഭയങ്കര 40,000-35,000 രൂപ വിലയൊക്കെ പറഞ്ഞ് ആ സമയത്ത് അവർ ആ ഒരു വീഡിയോക്കകത്ത് ഇവർ സംസാരിക്കുമ്പോൾ നാക്ക് കുഴയുന്നുണ്ട്. അന്നേരം ഞാൻ അതിനകത്ത് പറയുന്നുണ്ട് ഇവർ മദ്യപിച്ചിട്ടില്ല, എടുത്തില്ല. ഇപ്പം രേണുവിൻ്റെ ഇരിപ്പും ഇതൊക്കെ കണ്ട ഒരു നാടൻ ഒരു പാവം പിടിച്ച് നാട്ടുമ്പുറത്ത് പാവം പിടിച്ച പെങ്കൊച്ചി ഷൂട്ട് എന്നാ അഭിനയം എന്നാ ഒന്നും അറിയാൻ മേലത്തെ പാവം വെച്ചിട്ടുള്ള രീതിക്കാണ് ഇന്ന് സംസാരിക്കുന്നത്. അവിടെ ആ ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പ് ഇവരവിടെ കാണിച്ചു കൂട്ടിയ കോലങ്ങളൊന്നും നിങ്ങൾ ആരും കണ്ടിട്ടില്ലെങ്കിൽ ചുമ്മാ എടുത്ത് വെച്ച് നോക്കുക. ഓരോരുത്തരും വീഡിയോസ് എടുത്ത് റിയാക്ഷൻ വീഡിയോക്കാരുടെ വീഡിയോ എടുത്ത് വെച്ച് നോക്കി നിങ്ങൾക്കറിയാം. ആ ഒരു ബെഞ്ചെ കിടക്കുന്നു, ആ ഇറക്കമില്ലാത്തൊരു ഉടുപ്പ് കിട്ടേണ്ട ബെഞ്ചാലാണ് കിടക്കുന്നത്. ഉടനെ അവന്മാർ അവിടെ വെച്ച് വീഡിയോ പിടിക്കുന്നു. ഉടനെ ഇവർ പറയുന്നു എന്നെ ഒന്ന് കിടക്കാനും സമ്മതിക്കുകയില്ല എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇവർ മനഃപൂർവ്വം സിറ്റുവേഷൻ ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. കാല് കാണിച്ച് കാലിന് ആരാധകരുണ്ട്, ചുണ്ടിന് ആരാധകരുണ്ട്, കണ്ണിന് ആരാധകരുണ്ട് എന്നതൊക്കെയാണ് ഇവരവിടെ നിന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. എത്ര വൾഗറായിട്ടായിരുന്നു ഇവർ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇത് ഇവർ പറയുന്നത് മുന്തിരി, ആർജലിച്ച് പറയുന്നു സ്ട്രോബെറി. ഏതാണെന്ന് അറിയാം. സ്ട്രോബെറി എന്ന് പുള്ളിക്കാരിക്ക് പറയാൻ അറിയാൻ പറ്റാത്തതുകൊണ്ടായിരിക്കും മുന്തിരി എന്ന് പറഞ്ഞു. എന്റെ മീഡിയക്കാരായ സുഹൃത്തുക്കളുണ്ട്, ഞാൻ അവരോട് എനിക്ക് ഇവരെ ചായ പോലും പച്ച വെള്ളം പോലും ഇവർ തരാതാണ്, ചായ പോലും വൈകുന്നേരം ആയപ്പോൾ. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഇച്ചിരി ചായ വേണമെന്ന് പറഞ്ഞ് ഞാൻ ഇവരെ കൂട്ടിക്കൂട്ടി ചായയും ആ താഴത്തെ കടയിലറിയാൻ ചായയും പരിപ്പൂടെ മാത്രമാണ് ഞാൻ കഴിച്ചത്. ഞങ്ങൾ കഴിച്ചത് അതിട്ടാണ് തിരിച്ചു വന്നത്. മദ്യവും കഴിച്ചിട്ടില്ല, മയക്കുമരുന്നും കഴിച്ചിട്ടില്ല. ഞാൻ മദ്യം കഴിക്കുന്നത് ഞാൻ ആകെ കഴിക്കുന്ന വല്ലപ്പോഴുമാണ്. എന്റെ കുടുംബക്കാർ കസിൻസിനോടൊപ്പം വല്ല ക്രിസ്മസിന് കഴിക്കുക, അല്ലെങ്കിൽ ദുബായിൽ വല്ലതും പോകുമ്പോഴത്തേനും ഞാൻ കഴിക്കുന്നതല്ലാതെ എനിക്കിത് ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമില്ല. പക്ഷെ ഞാൻ അന്നത്തെ ദിവസം മദ്യം കഴിച്ചത്. ഇന്നത്തെ ഇത് കേട്ടതൊന്നും ദുബായിലാണ് മോളെ പെറ്റിട്ടേന്ന്. ദുബായിൽ പോകുമ്പോഴത്തേക്കും ഞാൻ കഴിക്കും. ഇവർ തന്നെയാണോ ഈ കാര്യങ്ങളൊക്കെ പബ്ലിക്കിലേക്ക് കൊണ്ടുവന്ന് പറഞ്ഞത്? ഞാൻ പറഞ്ഞു മിക്കവരും കഴിക്കുന്നവരുണ്ട്. സ്ത്രീകൾ ഇതുപോലെ ആർട്ടിസ്റ്റുകളൊക്കെ ഇഷ്ടംപോലെ കഴിക്കുന്നവരുണ്ട്. പ്രായമുള്ളവരും പ്രായമില്ലാത്തവരും ഒക്കെ കഴിക്കുന്നവരുണ്ട്. പക്ഷെ അവർ ആരെങ്കിലും കൊട്ടിഘോഷിച്ച് നടക്കുന്നത് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഞാൻ മദ്യപിക്കും, ഞാൻ ഇത്ര അടിക്കും, ഞാൻ 2 പേർക്ക് അടിക്കും, മറ്റേ അത് പറയുമ്പോഴത്തേക്ക് കുറേ പേര് പറഞ്ഞു രേണുവിൻ്റെ മനസ്സിൽ സത്യസന്ധയാണ്, സത്യസന്ധയുടെ നിറകുടമാണ് എന്ന് പറഞ്ഞു. ആ നിറകുടത്തിൽ ഇപ്പോൾ തിരിച്ചടി വരുന്ന കണ്ടോ? ഇപ്പോൾ അങ്ങേര് അങ്ങനെ പറഞ്ഞാലും അതെല്ലാവരും വിശ്വസിക്കുകയില്ലേ. കാര്യം ഇവർ മദ്യത്തിൻ്റെ കാര്യമാണ് 24 മണിക്കൂറും വന്നിച്ച് പറയുന്നത്. ഈ ഒരു ആൽബത്തിന് ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പും പറഞ്ഞു മത്തിക്കറിയും കപ്പയും കൂട്ടി വോഡ്ക അടിക്കണമെന്നൊക്കെ. അങ്ങനെ ഓരോ കാര്യങ്ങൾ ഇവർ വന്നിരുന്ന് പറയുന്നുണ്ട്. അതൊക്കെ അദ്ദേഹം പറയുമ്പോൾ മറ്റുള്ളവർ വിശ്വസിക്കാതിരിക്കാണ്ട് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. നിങ്ങളിങ്ങനെ എത്ര വെളുപ്പിക്കാൻ വന്നാലും മനുഷ്യർക്ക് പറയും ഇവർ തന്നെ വന്നിട്ടുള്ള മദ്യപിക്കുന്ന കാര്യം പറഞ്ഞിട്ടുള്ളത്. പെണ്ണുങ്ങളായാലും ഇച്ചിരി ഒന്ന് ഒതുങ്ങണം, ഒരു പൊട്ടിക്ക് ഒതുങ്ങണം. എന്ന് പറയുമ്പോൾ പറഞ്ഞ അടുത്ത സീൻ എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ മദ്യം കഴിച്ചിട്ട് അഭിനയിച്ചിട്ട് ഇയാളെ പിടിച്ച് ദേഹത്തോട് ചേർത്തിട്ട് ഉമ്മ വെക്കണം, ഇയാളെ ഇങ്ങനെ തലയിലെ മുടി അഴിക്കണം. ഞാൻ പറഞ്ഞു നടക്കത്തില്ല ചേട്ടാ. അപ്പോഴും ഈ മീഡിയക്കാർ എന്റെ സുഹൃത്തുക്കളായിട്ടുള്ള മീഡിയക്കാരെ വെളിയിൽ ഇവരൊന്നും അറിയുന്ന പോലുമില്ല. സീൻ പറഞ്ഞു തരുവാന്ന് ഓർത്തെ. ഇവൻ എന്നിട്ട് ഇവർ ഈ മീഡിയക്കാരെ വിളിച്ചു വരുത്തിയത് ഇവൻ തന്നെയാണ്. പ്രൊമോഷന് വേണ്ടിയിട്ട് വിളിച്ചു വരുത്തിയത് ഇവൻ തന്നെയാണ്. എന്നോട് നമ്പർ ചോദിച്ചപ്പോൾ എനിക്കറിയാവുന്ന 2-3 പേരുടെ നമ്പർ ഞാൻ കൊടുത്തു. ഇവൻ വിളിച്ചു വരുത്തിയത് പ്രൊമോഷന് വേണ്ടി വിളിച്ചു വരുത്തി ഇവരാണ്. എന്നിട്ട് ഞാൻ വെളിയിൽ ഇറങ്ങിയിട്ട് എനിക്ക് സഹോദരങ്ങളുണ്ട് മീഡിയക്കാർ. ഞാൻ പറഞ്ഞ ചേട്ടാ അല്ലേടാ ഇന്ന പോലെ പറയുന്ന ആ ഡ്രസ്സ് ഇട്ട് എനിക്ക് ഒട്ടും പറ്റില്ല, കംഫർട്ടബിൾ അല്ലെന്ന് ഞാൻ കരയോ. പിന്നെ രേണുവിന് കംഫർട്ടബിൾ അല്ലേ രേണു പറ. എന്നിട്ട് ഇവൻ ചെന്ന് പറഞ്ഞത് എന്നോടെല്ലാം പറഞ്ഞു തന്നെ. എന്നോട് അങ്ങനെ ഒരു സീൻ പറഞ്ഞു എനിക്ക് കംഫർട്ടബിൾ ആണ് ഞാൻ അഭിനയിക്കും, കംഫർട്ടബിൾ അല്ലാത്ത ഞാൻ അഭിനയിക്കും. ഇയാൾ എന്റെ അടുത്ത് ഒരു സീനും ഇയാൾ വിശദീകരിച്ച് പറഞ്ഞിട്ടില്ല. ഇയാൾ ലിപ്ലോക്ക് വേണമെന്ന് രാവിലെയാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു നടക്കത്തില്ല, ലിപ്ലോക്ക് എനിക്ക് പറ്റൂല, എനിക്ക് ജസ്റ്റ് ഉമ്മ വെക്കുന്ന പോലെ കാണിക്കാം, ലിപ്ലോക്ക് എനിക്ക് പറ്റൂല. ഇയാളുടെ വൈഫ് നിന്ന് നിർബന്ധിക്കുകയാണ് ലിപ്ലോക്ക് ചെയ്യും, എനിക്ക് കുഴപ്പമില്ലല്ലോ എന്ന്. ഇവരുടെ ഉദ്ദേശം ഇപ്പം മനസ്സിലായി. തീർത്താത്തെന്ന് പറഞ്ഞ വൃത്തികെട്ട നീചമായിട്ടുള്ള സ്ത്രീക്ക് എന്റെ വീഡിയോസ് എടുത്ത് പല പോൺ സൈറ്റിൽ ഇടാനായിരുന്നെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. എന്നെ അതിന് കിട്ടത്തില്ലെന്ന് ഞാൻ അതിനകത്ത് വ്യക്തമായിട്ട് ഞാൻ ലാസ്റ്റ് പറയുന്നുണ്ട്. എന്നെ ആ ഡ്രസ് നിങ്ങളുടെ വീഡിയോസ് ഒന്നും ആരെങ്കിലും കിട്ടുന്നില്ലല്ലോ, ആരും ഒന്നും ചെയ്യുന്നില്ലല്ലോ. ഇത്ര മാന്യമായിട്ടുള്ള വർത്തമാനം. ഇതിനകത്ത് ഇവർ പറയുന്നത് മുഴുവൻ നുണയാന്ന് നമുക്ക് ആർക്കും മനസ്സ് തന്നൊരു തെളിവ് ഞാനിപ്പോൾ കാണിച്ചു തരാവേ. ഇവരിപ്പോൾ പറഞ്ഞു ഇവർ ആ ഷൂട്ടിങ്ങിൻ്റെ ആ സംവിധായകനാണ്, ആൽബത്തിൻ്റെ സംവിധായകനാണ് വിളിച്ചേച്ച് പറഞ്ഞത് മീഡിയക്കാരെ നമ്പർ വേണമെന്ന് പറഞ്ഞെന്ന് പറയുന്നുണ്ട്.
അങ്ങേറെ കയ്യിൽ എല്ലാത്തിൻ്റെയും തെളിവ് കിടപ്പുണ്ട്. ഇവരോട് ഡ്രസ്സിൻ്റെ കാര്യം ചോദിച്ചപ്പോഴത്തേക്ക് ഇവർ സെറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഓരോ ഡ്രസ്സിൻ്റെ ഫോട്ടോസ് ഇട്ടിട്ട് കൊടുത്തു. അപ്പോൾ ഒരു ഇത് വന്നപ്പോഴത്തേക്ക് ഇവർ അതിനകത്ത് പറയുന്നുണ്ട് എനിക്കിത് ഇടാൻ പറ്റത്തില്ല എന്ന് പറയുന്നുണ്ട്. അതൊരു ഭയങ്കര വൾഗറായിട്ടുള്ളൊരു ഡ്രസ്സാണ്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് വേറൊന്നും അദ്ദേഹം അയച്ചു കൊടുക്കുന്നു, ഇതൊന്നും ഇരിക്കുന്നു, ഇത് സെറ്റാണ്, അതിൻ്റെ പുറത്തൂടെ ആ ഒരു കോട്ട് പോലെ കൊണ്ടിട്ട് അതും കൂടെ കുഴപ്പമില്ലായിട്ട് സെറ്റാന്ന് പറയുന്നുണ്ട്. ആ ഡ്രസ്സ് കൊടുത്തപ്പോഴാണ് ഇവർക്ക് ഇടാൻ പറ്റിയെന്ന് പറഞ്ഞത്. ആ സെറ്റ് എന്ന് പറഞ്ഞാൽ ഇവർക്ക് സെറ്റ് പറച്ചിൽ ഇച്ചിരി കൂടുതൽ. ഞാൻ മിക്കതിനകത്തും കേട്ടിട്ടുണ്ട് ആ സെറ്റ് എന്ന് പറഞ്ഞിട്ട് ഇവർ ഒരു സെറ്റ് പറച്ചിലുണ്ട്. അങ്ങനെ ഇവർ പറഞ്ഞാണ്. പിന്നെ മീഡിയക്കാർ ഇവർ എവിടെ ചെന്നാലും ഉണ്ട്. ആർജലിച്ചു തന്നെ എന്ത് പറഞ്ഞത്, ഷൂട്ടിൻ്റെ ഇടയ്ക്ക് ആര് വിളിച്ചു വരുത്തി എന്നാണ് പറഞ്ഞത് മീഡിയക്കാരെ. അതുപോലെ തന്നെ ദാസപ്പൻ പറഞ്ഞ എന്നതാ, ആരെ വിളിച്ചു വരുത്തി എന്നാണ് പറഞ്ഞത്. ഈ മീഡിയക്കാരെ ആരാണ് വിളിച്ചു വരുത്തി അവിടെ കൊണ്ടുവന്നെന്ന് പുള്ളിയും പറഞ്ഞത് ആരെയാണ് പറഞ്ഞത്. എന്നിട്ട് ഇപ്പോൾ പറയുന്നു അദ്ദേഹം ഇവർ നമ്പർ കൊടുത്തത്. ഞാൻ അതിൻ്റെ ഒരു വീഡിയോ അവർ വാട്സപ്പിൻ്റെ ഒരു ഇത് കാണിക്കാം. ഷെബീന ബീബിയുടെ ചാനലിനകത്താണ് വന്നിരിക്കുന്നത്. അവർ അദ്ദേഹം കൊടുത്താണ്. കാര്യം വെച്ചാൽ ഇവരെ ചേർത്താണ് പറയുന്നത് മൊത്തം. അപ്പോൾ ഇവർ റിയാക്ട് ചെയ്യുന്നതുകൊണ്ട് അദ്ദേഹം തെളിവുകളെല്ലാം ഇവർക്ക് കൊടുത്തു. ഒരു 3-4 മെയിൻ മീഡിയക്കാരുടെ നമ്പർ ഞാൻ ഇതിനകത്ത് ഇട്ടോളാം. ഒന്ന് കോണ്ടാക്ട് ചെയ്യണം കേട്ടോ. അവരെ ആരാണ് കോണ്ടാക്ട് ചെയ്യണം അവരെ കോണ്ടാക്ട് ചെയ്തോണേ. കേട്ടല്ലോ, നല്ല വ്യക്തമായിട്ട് പറയുന്നുണ്ട്. മെയിൻ മീഡിയക്കാരുടെ കുറച്ച് പേരുടെ കോൺടാക്റ്റ് നമ്പർ തരാം, അവരെ ഒന്ന് കോൺടാക്ട് ചെയ്യുന്ന ആരാന്ന് വെച്ചാൽ അവർ കോൺടാക്ട് ചെയ്യണം എന്നാണ് രേണു അങ്ങോട്ടാണ് ആവശ്യപ്പെട്ടേക്കുന്നത്. നമുക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഈ വിഷയം ഇത്രയും വഷളാകാനുള്ള എൻ്റെ ഒരു തോന്നൽ ഞാൻ പറയുവാണ്. ഇവർ ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഇപ്പോൾ ഇതിൻ്റെ സൈഡിൽ തന്നെ കാണിക്കാം, അതിൻ്റെ ഷൂട്ട് കാണിക്കാവേ. അതിൻ്റെ ഷൂട്ടിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ശരിക്കുള്ള ഒരു ആൽബത്തിൻ്റെ ഷൂട്ട് ചെയ്യുന്ന ഒരാളെന്ന് പറഞ്ഞാൽ പുറകെ നിൽക്കുന്ന വലിയ ക്യാമറ പിടിച്ച ഒരു മനുഷ്യനാണ് അതിൻ്റെ ശരിക്കുള്ളൊരു ഷൂട്ട് ചെയ്യുന്ന ആൾ. ബാക്കി നിൽക്കുന്ന ആ പരിപാലനങ്ങൾ കണ്ടോ, ഫോൺ കൊണ്ട് നിൽക്കുന്നുണ്ടോ, അവന്മാർ ഇവരുടെ സിംഗടികളാണ്. അവന്മാരാണ് ഈ വീഡിയോ മൊത്തം പിടിക്കാനായിട്ട് അവന്മാർ നടക്കുന്നത്. ആ വീഡിയോ പിടിച്ച് ഇവർ ഒരു സീൻ എടുക്കുമ്പം അത് പുറത്തോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അത് പുറത്തോട്ട് ആർജലിച്ചിട്ട് നമുക്ക് ആ ഒരു ഇതിൻ്റെ തന്നെ നമുക്കറിയാം ഷൂട്ടിൻ്റെ ഓരോ സീനും അതിൽ നിന്ന് പുറത്തോട്ട് പോകുമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ നമ്മളത് കാണുന്നതിൽ എന്നെ കാര്യം ഇരിക്കുന്നു. നമ്മളിപ്പോൾ ഒരു കഥ ഒരിതാണെങ്കിൽ അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മളിപ്പോൾ തന്നെ നമ്മളൊരു വീഡിയോ തുടങ്ങുമ്പോഴത്തേക്ക് അതിന് മുന്നേ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഇട്ട് കൊടുക്കും. അത് എന്നതിനാന്ന് ചോദിച്ചാൽ ഈ സംഭവങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. അപ്പോൾ അവർക്ക് അത് എന്നാന്ന് അറിയാൻ വേണ്ടി അവർ കയറി കാണും. പക്ഷേ അങ്ങനെയല്ല രേണു ചെയ്യുന്നത്. രേണുവിൻ്റെ കൂട്ടുകാർ അങ്ങനെ അല്ല ചെയ്യുന്നത്. അവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിനകത്ത് ഓരോ സീനും പുറത്തോട്ട് വിട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മളത് പോയി കാണേണ്ട കാര്യമില്ല. നമ്മൾ മൊത്തം അല്ലാതെ കണ്ടു കഴിഞ്ഞു. അത് തന്നെയാണ് ഇവിടെയും കാണിക്കാൻ ഉദ്ദേശിച്ചത്. ആ ഒരു സീൻ ഷൂട്ട് ചെയ്യുന്നത് നമ്മളെല്ലാവരും കണ്ടാണ് പുറത്തോട്ട് വിടുന്നത്. അപ്പം ഇദ്ദേഹം അത് എതിർത്തു, ഇത് പറ്റത്തില്ല എന്ന് പറഞ്ഞു. പിന്നെ ബാക്കി സമയങ്ങളിൽ ഈ ഇവരുമായിട്ട് കഥ പറച്ചിലാണ് ഇരുന്നത്. കാല് കൊള്ളാം, കൈ കൊള്ളാം, ചെരുപ്പ് കൊള്ളാം, കണ്ണ് കൊള്ളാം, കിച്ചു അങ്ങനെ കാണിച്ചു, കിച്ചുവിന് ഇങ്ങനെ കാണിച്ചു, ഷെബീന ബീബി ഇങ്ങനെ കാണിച്ചു, എൻ്റെ ചിരി ഇഷ്ടമാണ്, മറ്റത് ഇഷ്ടമാണ്, എൻ്റെ മറ്റത് മറിച്ചത്, ഡ്രസ്സിങ്, ചെരുപ്പിൻ്റെ വില, ഈ ഭാഗം കഥയിൽ നമ്മൾ ഈ പ്രാവശ്യം ഷൂട്ടിൻ്റെ വളരെ കുറച്ച് പുറത്തോട്ട് വന്നിട്ടുള്ളൂ. കാര്യം അതെടുക്കാൻ ഇദ്ദേഹം സമ്മതിക്കുന്നില്ലായിരുന്നു, ആരും അകത്തോട്ട് കൂട്ടുന്നില്ലായിരുന്നു. അത് കഴിഞ്ഞ് ഇവരുടെ കൂടെ അങ്ങ് നടക്കുമെന്നാണ് പറയുന്നത്. നമ്മൾ കണ്ടിട്ടുണ്ട് ഇവരുടെ കൂടെ ഇങ്ങനെ ഇവർ നടപ്പുണ്ട്. എവിടെ പോയി ഇവരുടെ കൂടെ പോയി ഇരിക്കുക, ഈ വീഡിയോ ക്യാമറ പിടിക്കുക, ഫോൺ കൊണ്ടുണ്ടാക്കാൻ ഈ ഇവരുടെ ഓൺലൈൻ ചാനലുകാരുടെ കൂടെ അവരുടെ കൂടെ പോയി ഇരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവർ ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ ആ കഴിഞ്ഞ കുറേ ദിവസം ഇന്നലത്തെ കുറേ സീൻസ് കണ്ടാൽ നമുക്കറിയാം. ഞാൻ വന്നിട്ട് ഷൂട്ടിങ്ങിന് വന്നിട്ട് ഇവിടെ ഷൂട്ടിംഗ് ഒന്നും നടക്കുന്നില്ല, ഇതേ നടക്കുന്നുള്ളൂ എന്ന് ഓർക്കുകയും ചെയ്തു. എന്നിട്ട് ഇത് കുറേശ്ശെ അവന്മാരെടുത്ത് പുറത്തോട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ഇവർ ഈ ഓരോ കാര്യങ്ങളും പറഞ്ഞ് ഇങ്ങനെ പുറത്തേക്ക് വിട്ടുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ അതിനാണ് ഇദ്ദേഹം ആദ്യം ഒരു പരിപാടി തുടങ്ങുമ്പോൾ വേറൊരാൾ പ്രൊഡ്യൂസറായിട്ട് അദ്ദേഹം പൈസ മുടക്കുമ്പോൾ അതിന് കണക്കുകളുണ്ട്, ചിലവുകളുണ്ട്. അവിടെ നിൽക്കുന്നവർക്ക് ഫുഡ് കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. അവിടെ വരുന്നവരൊക്കെ ഫുഡ് കഴിക്കുന്നവർ ഇവർക്കെല്ലാം ഫുഡ് കൊടുക്കണ്ടേ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് ഇതെല്ലാം കയ്യിൽ നിന്ന് പൈസയാണ് ഇറങ്ങുന്നത്, അല്ലാതെ ചുമ്മാ വായി ഭക്ഷിച്ചല്ല അവിടെ ഉള്ളിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന് ദേഷ്യം വന്നു. കാര്യം ഷൂട്ട് നടക്കുന്നില്ല. നമുക്ക് ഇദ്ദേഹം പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അത് നമുക്കൊന്ന് കേട്ടു നോക്കാം. എക്സ്പ്രഷൻ ഉണ്ടല്ലോ, അത് ഇടരുത് എന്ന് തന്നെ ഞാൻ 15 വട്ടം പറഞ്ഞു ഷൂട്ടിനിടയ്ക്ക്. സ്ഥിരം എക്സ്പ്രഷൻ ഉണ്ടല്ലോ, അത് ഇടരുത് എന്ന് തന്നെ ഞാൻ 15 വട്ടം പറഞ്ഞു ഷൂട്ടിനിടയ്ക്ക്. 28-29 ടേക്കായിട്ട് എടുത്തിട്ട് 21 റീൽസ് ഇട്ടിട്ടുണ്ട് അവര്. അന്ന് മുതലേ എന്തെങ്കിലും ഒന്ന് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് കാണിച്ചു തരും, നമ്മൾ കാണിച്ചു കൊടുക്കണം. എന്നാ നമ്മൾ കാണിച്ചാൽ പോലെ. നമ്മൾ വീട്ടിൽ കിണർ ഒഴിക്കാൻ ഒരാളെ വിളിച്ചു വരുത്തി കഴിഞ്ഞാൽ അയാൾ കൈക്കോട്ട് വന്നിട്ട് ഒന്ന് കുത്തി കാണിച്ചു തരുമെന്ന് പറയും. നിങ്ങൾ വണ്ടി ഓടിക്കാൻ ഒരാളെ വിളിച്ചാൽ ഒന്ന് ഓടിച്ചു തരും എന്ന് പറയും, ആരെങ്കിലും പറയും. പണി അറിയണം. ഇനി അറിയില്ലെങ്കിൽ അഹങ്കാരമല്ല, അത് പഠിക്കാനുള്ള മോളത്തോട് കൂടി നിൽക്കണം. ഒരു സഹകരണം വേണം. എനിക്കത് വലിയ കാര്യത്തിൽ അറിയില്ല, നമ്മളതൊന്നും ഈ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നില്ല. കിണർ കുത്താൻ വരുന്നവരോട് നമ്മൾ വീട്ടുകാരുടെ അടുത്ത് വെച്ച് വീട്ടുകാരോട് അതൊരു എന്നാ ഉപമയെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാര്യം കിണർ കുത്താൻ വരുന്നവർ അത് പഠിച്ചിട്ട് തന്നെയാണ് വരുന്നത്. അഭിനയം എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല. അഭിനയം എന്ന് പറയുമ്പോൾ എത്രയോ ഡയറക്ടർമാർ എത്രയോ ആർട്ടിസ്റ്റുകൾക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇയാൾ സിനിമാക്കാരുടെ ഒന്നും ഷൂട്ടോ ഒന്നും കണ്ടിട്ടില്ലേ? എത്രയോ ഡയറക്ടർമാർ നമ്മളെ അവരെടുത്തിട്ടെങ്കിൽ ഇവരൊക്കെ കാണിക്കുന്ന പോലെ ഓരോ സീനും എടുത്ത് പുറത്തോട്ട് വിട്ട് കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. ഫാസിൽ അദ്ദേഹത്തിന്റെ സിനിമയുടെ ഷൂട്ടിൽ അമലേനെ ഓരോ സീനും അദ്ദേഹം അഭിനയിച്ച് കാണിക്കുമായിരുന്നു പറഞ്ഞത്. അദ്ദേഹം കാണിക്കുന്ന പോലെ ഒപ്പിയെടുത്താണ് അമല ഓരോ സീനും അഭിനയിച്ചേക്കുന്നതെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഓരോ സീനും ഓരോ മറ്റേ വി എൻ വിനു വന്നു അദ്ദേഹം അഭിനയിച്ച് കാണിച്ചു കൊടുക്കാറുണ്ട്. ഒരു ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ചുമ്മാ ഇരുന്ന് ആക്ഷൻ കട്ട് പറയാൻ മാത്രമല്ല, അദ്ദേഹം അത് അവർക്ക് ചെയ്യുന്ന തെറ്റാണെങ്കിൽ അത് അഭിനയിച്ച് കാണിച്ചു കൊടുക്കാൻ കൂടെയുള്ള ബാധ്യതയുണ്ട് അവർക്ക്. പിന്നെ ബാക്കി അദ്ദേഹം പറയുന്നത് അഹങ്കാരം ഉള്ളിടത്ത് പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാം തികഞ്ഞെന്നുള്ള ഭാഗത്ത് നടക്കുന്നിടത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. കോഴ്സ് എടുത്ത് പഠിച്ചതല്ല. അപ്പൊ നമ്മൾ ഒരു കാര്യം പറഞ്ഞു കൊടുക്കുമ്പോൾ
നമ്മളെയും കൂടി ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുവന്നത്. ഇല്ലെങ്കിൽ ഞാൻ ഇതിന് മുമ്പ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും വീഡിയോസിൽ ഞാൻ ഇത്തരം വൾഗാരിറ്റികൾ സപ്പോർട്ട് ചെയ്തൊന്ന് കാണണം. ഈ മദ്യപിക്കുന്ന പിക്ചർ വല്ലതും മദ്യപിക്കുന്ന ഇവർ നമ്മുടെ കൂടെ മദ്യപിച്ചില്ല. നമ്മൾ കൊണ്ടുവന്ന സാധനം അടിക്കാൻ പറ്റിയില്ല. കാരണം ഇവരുടെ കൂടെ പോയിട്ട് വന്നാണ്. ഇവരുടെ കൂടെ പോയി വന്ന് മദ്യം തന്നെയാണ് അടിച്ചത്. എനിക്ക് സംശയമുണ്ട്. കാരണം മണമൊന്നുമില്ല. പക്ഷെ ആള് പക്കാ വയലന്റ്. പുറത്തേക്ക് ഇറങ്ങാണ്. റൂമിൽ നിന്ന് ഒരാളോട് സ്വകാര്യമായി ഇതൊക്കെ വലിയൊരു കുറ്റമായിട്ടാണ് വന്നിരിക്കുന്നത്. കാര്യം മദ്യത്തിന് മണമില്ലാത്ത മദ്യം ഉണ്ട് കേട്ടോ. അടിച്ചാൽ മണം പുള്ളിക്കാരി സൈസൊക്കെയാണ് അടിക്കുന്നത്, കൂടിയ ഐറ്റംസ് ഒക്കെയാണ് അടിക്കുന്നത്. അതിന് മണം വരത്തില്ല, പക്ഷെ നല്ല കിറുക്കി ഇങ്ങനെ നടക്കും. അപ്പം ഞാൻ പറഞ്ഞത് കറക്റ്റാണ്. എനിക്ക് അവരുടെ രീതി കണ്ടപ്പോഴേ എനിക്ക് തോന്നി ഇവർ എന്നതോ കഴിച്ചിട്ടുണ്ടെന്നുള്ളത്. അവരൊരുമാതിരി ഇച്ചിരി ഒരു നോർമൽ അല്ലാത്ത രീതിയിലായിരുന്നു അവരുടെ സംസാരവും കാര്യങ്ങളും ഒക്കെ. അത് ഇദ്ദേഹം പറയുന്നത് സത്യമായിരിക്കും. മദ്യമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരിക്ക് കുടിക്കാനുള്ള കൊടുക്കാനുള്ള സമയമൊന്നും കിട്ടിയില്ല. അതിനുമ്പോൾ അടിയും വഴക്കും ബഹളമൊക്കെ അവിടെ കഴിഞ്ഞു, പ്രശ്നങ്ങളായി അവിടെ. ഇതൊക്കെയാണ് ഒരു ഷൂട്ടിംഗ് സ്ഥലത്ത് നടക്കുന്ന കാര്യങ്ങൾ. പിന്നെ ഞാനൊരു കാര്യം ചോദിക്കുന്നത്, ഇവർ ഒറ്റയ്ക്കാണ് ഇതിന് പോയത്. ഇവരുടെ വീട്ടിൽ ഇവരുടെ അപ്പനില്ലേ, മറ്റേത് ഇവരുടെ മാനേജറോ ആരാണ്ട് കൂടെ ചെല്ലുമായിരുന്നെന്ന് പറയുന്നുണ്ട്, ഇദ്ദേഹം തന്നെ പറയുന്നുണ്ട്. പക്ഷേ ഇവരിപ്പോൾ മിക്ക ഷൂട്ടിന് ഇവർ ഒറ്റയ്ക്ക് പോകുന്നതായിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇവരുടെ കൂടെ ആരുമില്ല. ഇവരുടെ കൂടെ ഇവരുടെ വീട്ടിൽ ഇവരുടെ ചേച്ചിയുണ്ട്, ഇവരുടെ അപ്പനുണ്ട്. അമ്മ പിന്നെ പോട്ടെ, അവർക്ക് ലോകത്തോട്ട് ഇറങ്ങി വലിയ പരിചയമൊന്നും കാണത്തില്ലായിരിക്കും. അവർ ആ വീടുമായിട്ട് മാത്രം കഴിയുന്നതായിരിക്കും. ചേട്ടത്തിയുടെ ഭർത്താവുണ്ട്. ഇനി ചേട്ടത്തിയുടെ ഭർത്താവിനെയും കൊണ്ട് പോകണ്ട. അത് ഇതിനകത്ത് പറയുന്നുണ്ട് പുള്ളിക്കാരി. ചേട്ടത്തിയുടെ ഭർത്താവിനെ കൂട്ടി ഷബീന ബിബി വൃത്തിയോട് പറഞ്ഞത്. എന്തുകൊണ്ടാണ് പറഞ്ഞത്? ഷബീന ബിബി നിങ്ങൾ പറഞ്ഞിട്ടാണ് അവർ പറഞ്ഞത്. നിങ്ങൾ പറഞ്ഞു തന്നെ ചേട്ടത്തി പ്രസവത്തിന് കിടന്ന സമയത്ത് ചേട്ടത്തിയുടെ ഭർത്താവിനെയും കൊണ്ട് പോയില്ലേടി നീ എന്ന് അവരോട് പരസ്യമായിട്ട് നിങ്ങളുടെ ചാനലിലൂടെ നിങ്ങൾ വന്ന് പറഞ്ഞു. അത് പറയുമ്പോഴത്തേക്ക് അവർ പറഞ്ഞു, ഞാൻ അങ്ങനെ ചെയ്തെങ്കിൽ നീ ചേട്ടത്തിയുടെ ഭർത്താവിൻ്റെ കൂടെ നിന്റെ വീട്ടിൽ തന്നെ താമസിപ്പിച്ചേക്കുന്നത് നിന്റെ ആവശ്യങ്ങൾ നടക്കാൻ വേണ്ടി അല്ലേടി എന്ന് ചോദിച്ചു. അവരതേപോലെ തന്നെ തിരിച്ചു കൊടുത്തു. അങ്ങോട്ട് കൊടുത്തത് കൊണ്ടാണ് തിരിച്ചിങ്ങനെ വന്നത്. അതുവരെ ഒരു ചാനലും അങ്ങനെ ഒരു മോശമായിട്ടോ ഇവളെ ചേർത്ത് പറയുകയോ അവർ ചെയ്തിട്ടില്ല. അവരെ പറഞ്ഞപ്പോൾ അവർ തിരിച്ചു പറഞ്ഞു. അതിപ്പോൾ പുള്ളിക്കാരി ഷബീന ബീബി പറഞ്ഞാൽ മാത്രമാണ് എടുത്ത് പിടിച്ചേക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും വായിക്ക് വരുന്ന കോതയ്ക്ക് പാട്ടെന്ന പോലെ പറയും. തിരിച്ചതുപോലെ തന്നെ തിരിച്ചടിയും കിട്ടും. ലാസ്റ്റ് ഞാനൊന്നും പറഞ്ഞിട്ടില്ലേ, ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇവർ പറയുന്ന പോലെ തന്നെ അവിടെ മദ്യപിച്ച് ചെന്നു, അവരുടെ കൂടെ ഇങ്ങനെ കറങ്ങി അടിച്ചിരുന്നു. അതാണ് മെയിൻ ആയിട്ടുണ്ടായ വിഷയം. സംസാരിക്കല്ല, പുറത്താണ് യൂട്യൂബേഴ്സ് വെക്കുന്നത്. അവരുടെ മുമ്പിലേക്ക് അങ്ങനെ ചെല്ലാണ്. എന്നിട്ട് കൂടെ ഒച്ച ഉണ്ടാക്കാണ്. അത് രസം. ഇവൾ ഈ ഒച്ച ഉണ്ടാക്കിയ ഒറ്റ വീഡിയോ പോലും ഉമ്മാർ എടുത്തിട്ടില്ല. കാരണം ഉമ്മാരാണല്ലോ കൊണ്ടുപോയി ഈ കോലത്തിലാക്കിയത്. ഉമ്മാർ എടുത്താൽ എന്തായാലും ഇവിടെ ആയി എന്നുള്ള ചോദ്യം വരില്ലേ? അതാ ഞാനും ചോദിക്കുന്നത്. ഇവരെന്താ വീഡിയോ എടുക്കാൻ? അമ്മ പ്രസവിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ മൊബൈൽ വെക്കുന്ന ടീമാണ് വരും അല്ലേ? അവര് ഈ രേണു അവിടെ കിടന്ന് അത് പറ്റില്ല. ഇത് ഇദ്ദേഹം പറയുന്ന സത്യമാണ് കേട്ടോ. രേണു അവിടെ കിടന്ന് മുഖ്യാലും മൂലയാലും എല്ലാം ഉമാര് വീഡിയോ എടുക്കുന്നവരാണ്. അവിടെ കിടന്ന് ഇത്രയും പ്രശ്നങ്ങളുണ്ട്. അപ്പം അതിൻ്റെ എന്തൊക്കെയോ ഒരു ചെറിയ സീൻസ് ഇറങ്ങുന്നുണ്ട്. പക്ഷെ രേണുവിനെ കാണിച്ചിട്ടില്ല. സൗണ്ട് മാത്രം കേൾക്കാം. എനിക്കൊന്ന് അതിൻ്റെ ഇതിനകത്ത് എന്തെന്നത് വന്നേക്കുന്നുണ്ട്. സൗണ്ട് മാത്രം കേൾക്കാം. രേണു കിടന്ന് ഒച്ച വെക്കുന്ന മാത്രം കേൾക്കാം. എന്നെക്കൊണ്ട് പറ്റത്തില്ല അങ്ങനെ ഇങ്ങനെ, എന്നെക്കൊണ്ട് പറ്റത്തില്ല അങ്ങനെ ഇങ്ങനെ എന്ന് പറയാൻ കാരണം അന്നേരം ഇദ്ദേഹം മിണ്ടാതെ കൈ കെട്ടി നിൽക്കുമായിരുന്നു എന്ന് പറഞ്ഞു. മിണ്ടാതെ നിന്നത് ഇദ്ദേഹം പറഞ്ഞെന്താ, ഈ മീഡിയക്കാരുമായിട്ട് ഇങ്ങനെ പറ്റത്തില്ല, ഇവിടെ വർക്ക് തീർക്കണം എന്നാണ് അവിടെ പറഞ്ഞത്. അതിന് പുള്ളിക്കാരി ഡ്രസ്സിൻ്റെ കാര്യം എടുത്തിട്ട് അവിടെ ഒരു ഓളം ഉണ്ടാക്കി. പക്ഷെ അതൊന്നും അവന്മാർ എടുത്തില്ല. കാര്യം അവന്മാർ എടുക്കാതിരുന്നത് അവന്മാരുടെ കൂടെ പോയാണ് ഇവർക്ക് ഇറങ്ങിയടിച്ച് വന്നേക്കുന്നത്. അതാണെന്നാണ് പറയുന്നത്. എന്താണേലും കൊള്ളാം, സംവിധായകനും കൊള്ളാം, നടിയും കൊള്ളാം, എല്ലാം കൊള്ളാം. ഒന്നിനൊന്നും വെച്ച് രേണു എപ്പോഴും എന്നതെങ്കിലും ഒക്കെ ഇങ്ങനെ ഇവർക്ക് ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വൈറലാകാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ കാണിച്ചുകൊണ്ടിരുന്നില്ല ഇവർക്കൊരു സമാധാനമില്ല കേട്ടോ. അവര് ഈ രേണു അവിടെ കിടന്ന് അത് പറ്റില്ല, ഇത് പറ്റില്ല, അങ്ങനെ ആക്കില്ല, ഞാൻ കംഫർട്ടല്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്തോ അന്തമില്ലാതെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ അപ്പുറത്ത് കൈയ്യട്ടിക്കാം, ഒന്നും വേണമെന്ന് ചോദിച്ചിട്ടില്ല. അപ്പോഴാ പറ്റില്ല എന്ന് പറയുന്നത്. എന്താ അവർ നരേഷൻ പറയാന്നറിയാമോ? നിങ്ങൾ അവരോട് മിസ്ബിഹേവ് ചെയ്തു, അല്ലെങ്കിൽ നിങ്ങൾ കൂടുതൽ എന്തെങ്കിലും കോംപ്രമൈസിന് പറഞ്ഞിട്ടുണ്ടാകും. അതിനാണ് ഞാൻ ഈ 3-4 ദിവസം കൊടുത്തത്. അവർ ഇത്രയും വീഡിയോ എടുത്തിട്ടു, 21 വീഡിയോ ഇട്ടിട്ടു. അവർ ഈ വീഡിയോ എന്താ എടുക്കാന്? ഞാൻ പറഞ്ഞ എന്താ എടുക്കാൻ? ഞാൻ അവർക്ക് 3 ദിവസം കൊടുത്തില്ലേ? അവർ എവിഡൻസ് കൊണ്ടിട്ടേ ഞാൻ എന്താണ് അവരോട് പറഞ്ഞെന്നുള്ളത്. ഞാൻ എന്തെങ്കിലും വൃത്തികേടോ അനാവശ്യമോ അവരോടൊന്നല്ല, ഈ കാലഘട്ടത്തിൽ ആരോടെങ്കിലും പറഞ്ഞു തെളിയിച്ചാൽ പരിപാടി നിർത്തും. ആണുങ്ങളായിട്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. സ്ത്രീകൾ പോരാഞ്ഞിട്ടല്ല. മാനേജർ വരുന്ന പറഞ്ഞിരുന്നത്. മാനേജറിലാണ്ട് താമരശ്ശേരി ഒറ്റയ്ക്ക് വന്നിറങ്ങി. അത് സത്യത്തിൽ എനിക്ക് ചെറിയ വിഷമം തോന്നിയിരുന്നു. കാരണം ഒരു സ്ത്രീ ഒറ്റയ്ക്ക്, ഞാൻ വീട്ടിലേക്ക് ഡ്രൈവറെ വിട്ട് അവൻ പോയി എടുത്തുകൊണ്ടിരുമ്പോൾ ഞാൻ നോക്കുമ്പോൾ കൊച്ചു മാത്രമേ ഉള്ളൂ. എനിക്ക് ഉള്ളിലൊരു സങ്കടം വന്നു. കാരണം ഞാൻ വിചാരിച്ച മാനേജർ ഉണ്ടാവുന്ന. അപ്പൊ ആ ഇറങ്ങുന്ന സമയത്ത് ഇച്ചിരി വൈകിട്ട് ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ ബുദ്ധിമുട്ടായി പോയാൽ ചിലപ്പോൾ. പക്ഷെ ഇത് ഇപ്പം ഞാൻ പറഞ്ഞത് താമരശ്ശേരി അടുത്താണ് പോലീസ് സ്റ്റേഷൻ. ഇത്രയും വിഷയങ്ങളുണ്ടായിട്ട് അവർ ആ സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തിട്ടില്ല. ഇവർ പറയുന്നത് ഇവരോട് ഇത്രയും മോശമായിട്ട് ഇദ്ദേഹം പെരുമാറി, ഇത്രയും കാര്യങ്ങൾ കാണിച്ചു, ഒരു പെണ്ണിനോട് ഇത്രയും മോശമായിട്ട് പെരുമാറുകയും ഇങ്ങനെയൊക്കെയുള്ള സീൻസ് എടുക്കണമെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വൾഗറായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞു, ഒരു വിഷയമുണ്ടായി എന്നും പറഞ്ഞുകൊണ്ട് അവിടെ വെച്ച് ഇവർ പറഞ്ഞു ഒരു പക്ഷേ ഇവരെ അവർ കൊന്നു കളയുമായിരുന്നു എന്ന് വരെ അവർ പറയുന്നവരെ വല്ലതും ചെയ്യുമായിരുന്നു എന്ന് വരെ ഇവർ പറയുന്നുണ്ട്. അത്രയും ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടായപ്പം ആ പുറത്ത് അത്രയും ക്യാമറമാർ നിൽപ്പുണ്ട്. അവരാണ് രക്ഷിച്ചതെന്ന് പറയുന്നുണ്ട്. അവരെയും കൂട്ടിക്കൊണ്ട് നിങ്ങൾക്ക് നേരെ സ്റ്റേഷനിലോട്ട് ചെല്ലായിരുന്നു. ഇന്നപോലെ ഒരു വർക്കിന് വന്നാണ്, അവിടെ വെച്ചൊരു സീനുണ്ടായി, അദ്ദേഹം ഇന്നപോലെ എന്നോട് പെരുമാറി, എന്നെ ഉപദ്രവിക്കാൻ തുടങ്ങി എന്ന് നിങ്ങൾക്ക് എന്നെ പറയാൻ പറ്റാത്തത്? നിങ്ങൾക്ക് പറയാൻ നിങ്ങൾക്ക് തെളിവില്ല. നിങ്ങളുടെ കയ്യിൽ തെളിവില്ലെന്നല്ല, നിങ്ങൾ കാണിച്ചു വെച്ചേക്കുന്നതിൻ്റെ മൊത്തം തെളിവ് അങ്ങേരുടെ കയ്യിലുണ്ട്. നിങ്ങൾ കാണിച്ചിരിക്കുന്ന കാര്യങ്ങൾ മൊത്തം അങ്ങേരുടെ കയ്യിലുണ്ട്. അങ്ങേരെ തെളിവ് മൊത്തം എടുത്ത് നിരത്തും നിങ്ങൾക്കറിയാം.
അതുകൊണ്ടാണ് നിങ്ങളിത് സൈലന്റ് ആയിട്ട് നിങ്ങൾ മിണ്ടാൻ നിൽക്കുന്നത്. ഇപ്പോൾ ഇത്രയും ദിവസം ഇവർക്ക് ഇതിനു വേണ്ടി പ്രതികരിക്കാനുള്ള സമയം ഇങ്ങനെ കൊടുത്തെന്ന് പറയുന്നത്, ഇവർ അനങ്ങിയിട്ടില്ല. അങ്ങനെ പറഞ്ഞത് സത്യമല്ലേ? നമ്മൾ ആരും കണ്ടിട്ടില്ല, ഒരു ഇതിനകത്തൂടെയും വന്നില്ല. രേണു പറയുന്ന കാര്യങ്ങൾ മാത്രമേ വരുന്നുള്ളൂ. ഈ മീഡിയക്കാർ ഇതെല്ലാം എടുക്കാനായിട്ട് അവിടെ ഉള്ളവരായിരുന്നു. അവരുടെ ഷൂട്ട് നടക്കുന്നതിന് കീഴെ വരെ പോയിന്ന് വീഡിയോ എടുക്കാൻ ആൾക്കാരുണ്ടായിരുന്നു. എന്നിട്ട് അവർ അത് എടുത്തില്ല എന്ന് പറയുന്നു. പിന്നെ ഉണ്ടായിരുന്നു കൂടെ അയക്കാൽ ഒരു ഭാര്യ കീഴെ നിൽക്കുമ്പോൾ ഒരു ഭർത്താവ് ഒരു പെണ്ണിൻ്റെ അടുത്ത് അത്രയും മോശമായിട്ട് പെരുമാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പോയതല്ല അവർ കിടന്ന് അവിടെ കിടന്ന് ഒച്ചുണ്ടാക്കി. അപ്പൊ ഞാൻ യൂട്യൂബേഴ്സിനോട് ചോദിച്ചു, നിങ്ങൾ ഏതെങ്കിലും ബേസിൽ എന്നെ പ്രൊമോട്ട് ചെയ്യാനോ ഞാൻ ഈ ചെയ്യുന്ന ആൽബം ജനങ്ങളിലേക്ക് എത്തിക്കാനോ നിങ്ങൾ നോക്കിയോ? നിങ്ങൾ ഇവിടെ വന്നിട്ട് ഞാൻ കൊടുത്തിട്ടുള്ള കോസ്റ്റ്യൂമിൽ ഇവരെ കുറെ വൾഗാരിറ്റി വീഡിയോസ് ഇട്ടിട്ട് എന്റെ പേരിലേക്ക് ഇടാം. എന്നിട്ട് അവർക്കൊന്നും കാണിക്കുന്നതിന് ബുദ്ധിമുട്ടില്ല, എത്ര വേണേലും കള്ളു കുടിക്കാന്നുള്ളതും അങ്ങനത്തെ കുറെ സാധനങ്ങൾ, പിന്നെ കോസ്റ്റ്യൂമിന്റെ ഒക്കെ കോടിക്കണക്കിന് വില പറയാ, വെറുതെ കഥ പറയാണ്, ജനങ്ങളെ പറ്റിക്കുക. അത് കഴിഞ്ഞ് ഞാൻ ഷൂട്ടിന് വിളിച്ച് ഇവിടെ വന്ന് എന്റെ ഒരു ബൈറ്റോ ഡീറ്റെയിൽസോ ചോദിക്കുക പോലും ചെയ്യാണ്ട് എനിക്ക് റൂം വേണം, ഞങ്ങൾക്ക് ഫുഡ് വേണം, ഞങ്ങൾക്ക് സ്റ്റേ ചെയ്യണം, ഞങ്ങൾക്ക് ഷൂട്ട് ചെയ്യുന്നതിന് ഇടയ്ക്ക് ഷൂട്ട് ചെയ്യണം, ഇതൊക്കെ പറയാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങളെ ഈ ഷൂട്ട് ചെയ്യുന്നതിന് ഇടയ്ക്ക് ഷൂട്ട് ചെയ്യാൻ ആരാ സമ്മതിക്കരുന്ന്? അവർ സമ്മതിച്ചിട്ടുണ്ട് പോലും. ഞാൻ ചോദിച്ചു, നിങ്ങൾ ഏതെങ്കിലും സെറ്റിന്ന് ഈ പറഞ്ഞ പോലെ നായികനെയും വിളിച്ച് കാറിലിറങ്ങി പോയിട്ടുണ്ടോ? ഉണ്ടെന്ന് അതൊക്കെ പറയട്ടെ, ആരാന്ന് അതൊക്കെ ആരെ സെറ്റിൽ നിന്നാണ് കൊണ്ടുപോയെന്ന് പറയട്ടെ. അവിടെ ഒരു സ്ത്രീയുടെ ഇതല്ലേ അവരിപ്പോ ചെയ്തിട്ടുള്ളൂ, വേറെ ആരോട് ചെയ്തു? ദാസന്റെ കൂടെ ഒക്കെ ചെയ്തതല്ലേ? എന്റെ കൂടെ എന്റെ മേക്കപ്പ് ചെയ്യുന്ന ആളുകൊണ്ട് അവർ സ്ത്രീയാ, ഇവരൊന്നും വേണ്ട. ആ 2 വില്ലയിലും വ്യക്തമായിട്ട് CC ക്യാമറ ഇരിക്കുന്നുണ്ട്. ഇവരോട് ഞാൻ പറയുന്നതും ഇവർ എന്നോട് ഞാൻ ചോദിക്കാൻ മറുപടി ഇല്ല. ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് വന്നത്? ഞാൻ ഷൂട്ട് ചെയ്യുന്ന എന്റെ ലൊക്കേഷനിൽ കയറിയിട്ട് എന്റെ ആ നിങ്ങളും കൂടി എടുത്തിട്ടാ. ഇവർ 21-30 ഇടുന്നോട്ട് ഞാനൊരു വീഡിയോ വെച്ചിട്ട് 5 മിനിറ്റ് ഇട്ട് കഴിഞ്ഞാൽ മുഴുവൻ ആൾക്കാർക്ക് കാണാപ്പാടാവില്ലേ? ഇതാണ് അവിടെ സംഭവിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു. എനിക്കും തോന്നി ഇതൊക്കെ തന്നെയായിരിക്കും സംഭവിച്ചത്. രേണുവിനെ ഇങ്ങനെയുള്ള ഈ ഇമ്പന്മാരെ ഓൺലൈൻ മീഡിയക്കാരെ കൊണ്ട് ഒരുപാട് ഇത് ചെയ്യിപ്പിക്കാൻ അതൊക്കെ സംഭവിച്ചു കാണത്തില്ല. ഇദ്ദേഹത്തോട് ഒരു ചോദ്യം ചോദിക്കുക, അല്ലെങ്കിൽ ഷൂട്ടിനെ പറ്റി ചോദിക്കുക, ഒന്നും ഇദ്ദേഹത്തിന്റെ അടുത്ത് ഒരു കാര്യം അവർ ചോദിക്കുന്നില്ല. രേണുവിന്റെ കിടപ്പും രേണുവിന്റെ ഇരിപ്പും രേണുവിന്റെ കള്ളുകൂടിയും രേണുവിന്റെ മത്തിക്കറിയും കൂട്ടി വോഡ്ക അടിക്കുന്ന കഥകളും ഒക്കെയാണ് ഇവർക്ക് പറയാനുള്ളത്, അതൊക്കെയാണ് ഇവർക്ക് എടുക്കാനായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുക്കുമ്പോഴത്തേക്ക് ഇദ്ദേഹം പറയുന്നത് കേൾക്കാൻ സമയമില്ല. അതാണ് അവിടുത്തെ പ്രശ്നങ്ങൾ. അതിന് എതിർത്തതാണ് വിഷയമായത്. പിന്നെ ഇതിനകത്ത് ആർജലിച്ചു, ഇവരെല്ലാവരും അഭിപ്രായം കൊണ്ട് വന്നിട്ടുണ്ട്. ആർജലിച്ചു ഇനി മറ്റേ ജാസി ചേട്ടൻ എപ്പോഴാണോ ഇനി ഇതിനെ പറ്റി അഭിപ്രായം പറഞ്ഞിട്ട് വരുന്നതെന്ന് അറിയത്തില്ല കേട്ടോ. പുള്ളി ഇതിൻ്റെ എല്ലാം വലിയ ഡിഗ്രി എടുത്ത ആളാണ്. പിന്നെ അഭിലാഷ് ഒക്കെ ഇതിനെപ്പറ്റി ഇനി സപ്പോർട്ട് ഇതിന് അടുത്തത് വരാൻ പോകുന്നതേ ഉള്ളൂ. ഇവരൊക്കെ ആണല്ലോ വലിയ വലിയ പുള്ളികൾ. ആർജലിച്ചു ഇതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ആർജലിച്ചു പറഞ്ഞതിന് ശേഷം ഞാൻ വേറെ വീഡിയോ കാണിക്കാം. കോസ്റ്റ്യൂമാണ് ഈ പറഞ്ഞ ഡയറക്ടർ ചേച്ചിക്ക് കൊടുത്തു. അതിന് അവര് പറയുന്ന ഒരു കാരണം എന്ന് പറയുന്നത്, ഇതിന് മുപ്പാടും ഇപ്പൊ ലച്ചുവിന്റെ ആൽബത്തിൽ തന്നെയാണ് ദാസൻ ചേട്ടനായിട്ടുള്ള സീനുകളൊക്കെ അങ്ങനെ വന്നില്ലേ, പിന്നെ എന്തുകൊണ്ട് ഇതിൽ അങ്ങനെ ചെയ്തുകൂടാ എന്നാണ് അവർ പറയുന്നത്. ലച്ചുവിന്റെ ആൽബത്തിൽ വന്നെന്ന് പറയുമ്പോൾ ലച്ചു പേഴ്സണൽ ആയിട്ടൊരു മുറി കയറ്റിയല്ല ഈ വിഷ്വൽ ഒന്നും എടുക്കുന്നത്. പബ്ലിക് അത്രയും ആൾക്കാർ, മീഡിയാസ്, ഞങ്ങളുടെ കുടുംബം, സകലമാന ആൾക്കാരും ബാക്കിയുള്ള ആർട്ടിസ്റ്റുകൾ ഫുൾ അവിടെ ഇരിക്കുക ചെയ്താണ് ഈ സീൻ അവിടെ എടുക്കുന്നത്. അതുപോലെ ഇതുപോലെ ഈ പറഞ്ഞ സീനുകളൊന്നും നമ്മുടെ ആൽബത്തിനകത്ത് എടുത്തിട്ടില്ല. ഈ പ്രശ്നം നടക്കുന്ന സമയത്ത് ഇതുപോലുള്ള സീൻസ് ഇതിനൊക്കെ കൂടിയതേ എടുത്തിട്ടില്ല, അതൊക്കെ മേലെയാണ്. ഇതിനകത്ത് അങ്ങനെ ഒരു ഷൂട്ട് ചെയ്യാനായിട്ട് അവർ പറഞ്ഞപ്പം അവരുടെ ഭാര്യയുണ്ട്, ക്യാമറാമാനുണ്ട്, അദ്ദേഹമുണ്ട്, അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് അദ്ദേഹം ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇവർ പറയുന്ന ഒരു സീൻസ് എടുക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ ക്യാമറാമാനുണ്ട്, മേക്കപ്പ് ചെയ്യുന്നൊരു സ്ത്രീയാണ്, അദ്ദേഹത്തിന്റെ ഭാര്യയുണ്ട്, അദ്ദേഹമുണ്ട്, ഇത്രയും പേരാണ് റൂമിലുണ്ടെന്നെ. ഒരിടയ്ക്ക് സജിന പറഞ്ഞായിരുന്നു, ഇവരിങ്ങനെയുള്ള ഷൂട്ടൊക്കെ ഈ ആർജലിച്ചൊക്കെ ചെയ്ത സമയത്ത് മന്ദാരച്ചലിനകത്ത് ആ ഒരു സീൻ എടുത്ത സമയത്ത് അത് പുറത്തോട്ടൊക്കെ പോയി ഓരോ സീൻസും ഇങ്ങനെ വൾഗറായിട്ടുള്ള പുറത്തോട്ട് പോയപ്പോഴത്തേക്ക് ഈ സജിന പറഞ്ഞു, ഞങ്ങൾ ഒരു ഷോർട്ട് ഫിലിം എടുത്തായിരുന്നു, അതിനകത്തൊരു സീൻ പിടിച്ചായിരുന്നു, പക്ഷെ അതിങ്ങനെ ഞങ്ങൾ പുറത്ത് വിട്ടില്ല. അതിനകത്ത് ഡയറക്ടർ, അസിസ്റ്റന്റ് ഡയറക്ടർ, ക്യാമറാമാൻ, പിന്നെ അഭിനയിക്കുന്നവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിനകത്ത് സീൻ എടുക്കാനായിട്ട്. അത് ആ ആൽബം ഇറങ്ങിയപ്പോഴാണ് അതെല്ലാവരും കാണുന്നതും. ആ ആൽബം ഇറങ്ങിയപ്പം പോലും അവർ ആ ഒരു സീൻ എടുത്ത് പുറത്തോട്ട് വിട്ടിട്ടില്ലായിരുന്നു എന്ന് പറയുന്നത്. ഈ ആർജെ ലച്ചു ഇത്ര വലിയ തത്വം പറയുന്നുണ്ടല്ലോ, ആർജെ ലച്ചുവിൻ്റെ ഇതിനകത്ത് ഭയങ്കര ഡീസൻ്റ് ആയിരുന്നു എന്നാണ് രേണുവിന്റെ അടുത്ത കൂട്ടുകാരി വന്നേച്ച് പറയുന്നത്. നമുക്കൊന്ന് കേൾക്കാം. അന്തസ്സായിട്ട് മാന്യമായിട്ട് ഷോർട്ട് ഫിലിം ഡയറക്റ്റ് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്ത് നല്ല കാസ്റ്റിംഗ് ചെയ്ത് നല്ല രീതിയിൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് കഥ ഉണ്ടാക്കി ഷോർട്ട് ഫിലിം ചെയ്യുന്ന ഒരു വ്യക്തിയിൽ പെട്ടവൾ തന്നെയാണ് ഞാൻ. അപ്പോൾ എനിക്ക് ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് സംസാരിക്കാൻ പറ്റും കേട്ടോ. ആർജെ ലച്ചു, നീ സത്യം പറഞ്ഞാൽ നിനക്ക് ഏറ്റവും ബെറ്റർ എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല രീതിയിൽ നിനക്ക് നല്ല ഏപ്പണം പിടിക്കാൻ പറ്റും. അതിനുള്ള കാലിബർ നിനക്കുണ്ട്. ഒരു ഷോർട്ട് ഫിലിം, ഒരു വെബ് സീരീസ്, ഒരു ആൽബം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ സാധാരണ ജനങ്ങളിലേക്കാണ് എത്തേണ്ടത്. നമ്മുടെ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ബിഗ് സ്ക്രീൻ അല്ല, യൂട്യൂബ് ചാനൽ തന്നെയാണ്. ആണോ? കറക്റ്റ് ആയിട്ടുള്ള ആർജെ ലച്ചു, നിന്റെ പേര് ഉൾപ്പെടെ പറഞ്ഞാണ് ഞാൻ പറയുന്നത്. നിനക്ക് നല്ല ഏപ്പണം പിടിക്കാനുള്ള എല്ലാവിധ കാലിബർ നിനക്കുണ്ട്. കേട്ടല്ലോ, ആർജെ ലച്ചുവിനോടാണ് പറഞ്ഞത്, പേരെടുത്താണ് പറഞ്ഞേക്കുന്നത്, നല്ലൊരു ഏപ്പടം പിടിക്കാനുള്ളത്. ഇതൊക്കെ ഇങ്ങനെ കേട്ടേച്ചാണ് ഇപ്പൊ വന്നിരുന്നത് വലിയ ഡീസൻ്റ് ആയിട്ട് ഇത് സംസാരിക്കുന്നത്. ഇവരൊക്കെ തന്നെ സോഷ്യൽ മീഡിയ കൊടുത്ത കാര്യങ്ങളാണ്. എന്നിട്ട് ഇവരൊക്കെ തന്നെ അത് വെളുപ്പിക്കാൻ വരുമ്പോഴത്തേക്കുണ്ടല്ലോ, നമുക്ക് സത്യം പറഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്ക് വേറെ പ്രശ്നം വന്നിട്ടുണ്ട്. രേണു കൊടുത്ത് എനിക്ക് മോട്ടിച്ചെന്നും പറഞ്ഞുകൊണ്ട്. അപ്പം ഇപ്പോഴാണ് ഞാനൊരു വോയിസ് കേട്ടെ, ഈ ഷെഫീന തെർസ്താത്തയുടെ. ഞാൻ ആ ഡയറക്ടറിന്റെ, അതായത് ഇപ്പൊ പ്രശ്നം നടക്കുന്ന ഡയറക്ടറിന്റെ, ഈ ആൽബം ഡയറക്ടറിന്റെ വൈഫിന്റെ ആഭരണം അടിച്ചോണ്ട് വന്നത്.
എനിക്ക് ചിരിയാണ് വരുന്നത്. ഒരു മനുഷ്യന്റെ സോഡാക്കപ്പി പോലും ഞാൻ കട്ടെടുത്തിട്ടില്ല. എനിക്ക് ഒരുപാട് കോടീശ്വരിമാരായിട്ടുള്ള പണക്കാരികളായിട്ടുള്ള കൂട്ടുകാരൊക്കെ ഉള്ള ആളായിരുന്നു ഞാൻ പണ്ടും. അവരുടെ വീട്ടിലും പോകുമ്പോൾ അവരെന്നോട് വിശ്വസിച്ച് കയറ്റാൻ പറ്റുന്ന ഒരാൾ രേണുവാന്നാണ് പണ്ടും എന്നോട് പറഞ്ഞത്. ആരുടെ ഒരു സോഡാക്കുപ്പിയോ ഒരു മുട്ടായി കവർ പോലും ഞാൻ ആരുടെ അടിച്ചു മാറ്റില്ല. ഇവർ ഈ പറയുന്ന ആഭരണം ഞാൻ അവിടെ ചെന്നപ്പോൾ തന്നെ അഭിനയിക്കാൻ ഞാൻ ഓർണമെന്റ്സ് കൊണ്ടുപോയില്ലായിരുന്നു. അപ്പൊ എന്നോട് പറഞ്ഞത് ഈ മോഡേൺ ഡ്രസ്സിന് വേണ്ടുന്ന ഓർണമെന്റ്സ്, അതായത് ഈ നമ്മൾ ഫാൻസി ഷോപ്പിൽ കിട്ടത്തില്ല 45, 20, 30 രൂപയുടെ ഒക്കെ കമ്മലുകളില്ലേ, അത് അവരെടുത്ത് 2-3 കമ്മലെടുത്ത് എന്റെ കൈ തന്നിട്ട് പറഞ്ഞു ഇത് ഇടോ രേണുവെന്ന് പറഞ്ഞു. അത് എന്റെ ബാഗിനകത്തായിപ്പോയി. എന്റെ വില കൂടിയ 4-5 ഷൂസും ചെരുപ്പും എല്ലാം അവിടെ ആയിപ്പോയി, അവരുടെ വീട്ടിലായിപ്പോയി. അത് അവരടിച്ചു മാറ്റി വെച്ചേക്കുമല്ലോ, എനിക്കങ്ങനെ പറയാലോ. എന്തൊക്കെയാടേ. അത് ചിലപ്പോൾ ശരിയായിരിക്കും. ആ ഷൂട്ടിൻ്റെ സമയത്ത് ഇടാൻ കൊടുത്ത കമ്മൽ ചിലപ്പോൾ ഒരു ബാഗിനകത്ത് ഇവർ മോട്ടിക്കുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. കാര്യം എന്നാന്ന് ചോദിച്ചാൽ ഇവർ ഇത്രയും ഫെയിമായിട്ട് നിൽക്കുന്നത് മോട്ടിച്ചുകൊണ്ടൊക്കെ വന്നു കഴിഞ്ഞാൽ അത് വിഷയം വേറെ ആവുമെന്നവർക്കറിയാം, അത് പ്രശ്നം വഷളാവുമെന്നവർക്കറിയാം. അതുകൊണ്ട് അവർ അങ്ങനെയുള്ള പണി കാണിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് അവർ അവരുടെ സാധനങ്ങൾ എന്തോ എടുത്തുകൊണ്ട് പോയതിന് പറഞ്ഞാണ്, കമ്മലും കാര്യങ്ങളൊക്കെ അല്ലാതെ മേടിച്ച് വെച്ചതൊക്കെയാണ് അവരുടെ സാധനം എടുത്തുകൊണ്ട് പോയതായിരിക്കില്ല. ആ ബഹളത്തിനിടയ്ക്ക് ഇവർക്ക് ഇടാനെന്ന് പറഞ്ഞ് കൊടുത്തപ്പോൾ ഇവരത് ബാഗിലോട്ട് വെച്ചതായിരിക്കും. അത് കൊടുക്കാൻ മറന്നു പോയി കാണും. നോർമലൊക്കെ ആണെങ്കിൽ അല്ലേ ഉള്ളൂ അതൊക്കെ എടുത്ത് കൊടുക്കാനുള്ള ബോധം പിന്നെ. പിന്നെ വില കൂടിയ ചെരുപ്പിൻ്റെ കഥകളൊന്നും മോള് പറയില്ല ഇവിടെ കേട്ടോ. ആ സംവിധായകൻ തന്നെ പറഞ്ഞു അവർ മേടിച്ചു കൊടുത്ത ചെരുപ്പാണ് 35,000 രൂപയും 40,000 രൂപയുടെ ചെരുപ്പെന്നൊക്കെയാണ് മോള് വന്ന് ഇങ്ങോട്ട് പറഞ്ഞത്. അതുകൊണ്ട് ഇനി അതൊന്നും എഴുന്നള്ളിക്കേണ്ട. വില കൂടിയ ചെരുപ്പ്, ആ വില കൂടിയ ചെരുപ്പിൻ്റെ കഥകളൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായതാണ് കേട്ടോ. ഓർക്കുന്നുണ്ടോ? ആ ഒരു മുട്ടിൻ്റെ മേളിൽ വരെ കിടക്കുന്ന ഒരു സ്കേർട്ടൊക്കെ ഇട്ട് ആ ഒരു ഇതിലോട്ട് ഇരുന്നിച്ച് കാല് നീട്ടി ഇരുന്നിച്ച് എന്നിട്ട് കാലിട്ട് ആട്ടിക്കൊണ്ട്, അതൊക്കെയാണ് ഒരു നടിയുടെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്. ഒരു ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് അങ്ങനെയാണോ? വലിയ സെലിബ്രിറ്റി ആണ് 100 വട്ടം 40 വട്ടം വായിക്കാത്തൊന്ന് വരുന്നുണ്ടല്ലോ. ഞാൻ വലിയ സെലിബ്രിറ്റിയാണ്, എനിക്ക് അതാണ് ആരെയാണ്. എല്ലാ നടിമാരും ഇങ്ങനെയൊക്കെയാണോ കാണിക്കുന്നത്? ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇട്ട് വെച്ച് ഇങ്ങനെ വന്നിരുന്ന് ഈ മീഡിയക്കാരുടെ മുന്നോട്ട് ഇരുന്ന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതവർ ഇവർ നോർമലായിരുന്നെന്ന് എനിക്കും തോന്നിയിട്ടില്ല കേട്ടോ. ഇവർ അവിടെ നിന്ന് കാണിക്കുന്ന പല കോലങ്ങളും കണ്ടിട്ട് നോർമലാണെന്ന് എനിക്കും തോന്നിയിട്ടില്ല. എന്നാണെങ്കിലും എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ എന്നാന്ന് വെച്ചാൽ ചിലപ്പം 2 പേരുടെ ഭാഗത്ത് തെറ്റ് കാണും. ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല, അദ്ദേഹത്തിൻ്റെ ഭാഗത്തും കാണും തെറ്റ്, 2 കൂട്ടരുടെ ഭാഗത്ത് തെറ്റ് കാണും. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, ഇവർ ഇത്രയും ശക്തമായിട്ട് എതിർക്കുന്നുണ്ടെങ്കിൽ ഷെബീന ബീബി ഇവർക്ക് വേണ്ടി ഒരു ട്രാപ്പ് ഒരുക്കിയതാണെന്ന് ഇവർക്ക് ഉറപ്പുണ്ടെങ്കിൽ ഇവരത് കേസായിട്ട് പോകണം. ഇവരൊരു കേസ് കൊടുക്കണം. അന്നേരം സത്യം തെളിയുമല്ലോ ഇവരെന്തുകൊണ്ട് അതിന് പോകുന്നില്ല. അപ്പോൾ ചുമ്മാ ഇരിക്കുന്ന അവരുടെ തോളിലോട്ട് ചാരുകയും ചെയ്യണം. നിങ്ങൾക്ക് പരാതിക്ക് ഒന്നിനും പോയാൽ നിങ്ങൾ പിടിക്കപ്പെടും, നിങ്ങൾക്ക് അറിയുകയും ചെയ്യണം. അതാണ് എനിക്ക് തോന്നിയത് ഈ വീഡിയോ എല്ലാം കണ്ടിട്ട്. ഏതപ്പം വന്നാലും അമ്മയ്ക്ക് കിടക്കപ്പുറത്ത് ഇല്ലെന്ന് പറഞ്ഞ മാതിരിയാണ് ഷെബീന ബീബിയുടെ കാര്യം. ആര് എന്നാ ചെയ്താലും ഇവർക്കിട്ട് ആരെന്നാ ചെയ്താലും അവരുടെ തലയിലാണ് കൊണ്ട് വെക്കുന്നത്. അവരാണ് പ്രശ്നക്കാർ. ശരിക്കും കൊടുക്കുന്നുണ്ട്, അവർ നല്ല രീതിക്ക് കൊടുക്കുന്നുണ്ട്. അവരൊരു കേസിനും കാര്യത്തിനും പോകുന്നില്ല. അവരുടെ ചാനലിലൂടെ തന്നെ ഇവിടെ എടുത്തിട്ടങ്ങ് അലക്കുവാണ് ചെയ്യുന്നത്. എന്നാത്തിനാണ്? വല്ല കാര്യമുണ്ടോ? അവരോട് ഇവർ ജയിക്കാൻ നിന്ന് അവർ തെളിവ് സഹിതം പലതും കൊണ്ടുവന്ന് രേണു നാറത്തേ ഉള്ളൂ. അവർക്ക് പ്രത്യേകിച്ചൊന്നും ഇല്ല. അവരൊരു സോഷ്യൽ മീഡിയയിലും വന്ന് കിടന്ന് അവർ വലിയ സ്റ്റാറാകാൻ നിൽക്കുന്നില്ല. രേണുവാണ് സ്റ്റാറാകാൻ വേണ്ടി നടക്കുന്നത്. ആ രേണുവിന് ഇങ്ങനെ ഒരു നാണക്കേടും കാര്യങ്ങളൊക്കെ വരുമ്പോഴേ അത് മനസ്സിലാവുള്ളൂ. ഇതും കൊണ്ടുവന്ന് അവരുടെ തോളലോട്ട് ചാടി. എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലോട്ട് പോകുന്നില്ല. ഇത്ര വലിയ ഹസ്ബൻഡുമായിട്ട് ഇത്രയും വലിയ ഇപ്പം നമ്മളൊരു വീട്ടിൽ നമുക്കൊരു സ്ഥാനമുണ്ടെങ്കിൽ അവരുടെ അടുത്ത് വേറൊരാൾ പറഞ്ഞു പോയി തിരിപ്പിച്ചെന്ന് പറഞ്ഞാൽ പോലും നമ്മൾ അവിടെ പോകും. ഞാനാണെങ്കിൽ പോകും. കാര്യം അവരോട് ഞാൻ എൻ്റെ മനസ്സറിഞ്ഞ് ഒരു ദ്രോഹവും ചെയ്തിട്ടില്ലെങ്കിൽ, അവരെ ഞാൻ വേദനിപ്പിച്ചിട്ടില്ലെങ്കിൽ, എനിക്ക് ആ ഉറപ്പുണ്ടെങ്കിൽ ഞാൻ അവിടെ പോയിരിക്കും. പോയിച്ച് അവരോട് നേരിട്ട് സംസാരിക്കും. എന്നതാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയാനുള്ള കാരണം? എൻ്റെ ഭാഗത്തുനിന്ന് എന്ത് തെറ്റാണ് ഉണ്ടായത്, എൻ്റെ ഭാഗത്തുനിന്ന് എന്ത് തെറ്റാണ് ഉണ്ടായതെന്ന് ചോദിച്ചാൽ അവിടെ പോകും. ഇതുവരെ ഇവർ കിച്ചുവിനെ വിളിച്ചിട്ടില്ല, ഇവർ കിച്ചുവിനോട് സംസാരിച്ചിട്ടില്ല. ആ വീടിൻ്റെ അടുത്ത് തന്നെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഏതൊരു ജ്വല്ലറിയുടെ ഉദ്ഘാടനത്തിന് പോയത്, അവിടുന്ന് പോകുന്നില്ലേന്ന് ചോദിച്ചപ്പം പറഞ്ഞു പോകുന്നില്ല എന്ന് പറഞ്ഞു. ഇല്ലയെന്ന് പറഞ്ഞു, അങ്ങോട്ട് പോകുന്നില്ല എന്ന് പറഞ്ഞു. അതിൻ്റെ കാരണം എന്നാ? ഇവരുടെ ഭാഗത്തും തെറ്റുണ്ട്, അതുകൊണ്ടാണ് ഇവർക്ക് പോകാൻ ധൈര്യമില്ലാത്തത്. അങ്ങനെ ഉണ്ടെങ്കിൽ ഇവരവിടെ പോയി സംസാരിക്കണമായിരുന്നു. ഒരു ഷെബീന ബീബി വന്ന് പറഞ്ഞാൽ തിരിയാവുന്നതേ ഉള്ളൂ ഇവരോടുള്ള സ്നേഹം അവർക്ക്. ഇവർ നല്ല രീതിക്കാണ് അവരുടെ അടുത്ത് പെരുമാറിയിട്ടുള്ളതെങ്കിൽ. അപ്പോൾ ഇവരങ്ങോട്ട് പോകുന്നുമില്ല, അവരവരെ കാണുന്നുമില്ല, സംസാരിക്കുന്നുമില്ല. ഇവർക്കറിയാം അവിടെ പോയാൽ എന്താ സംഭവിക്കുന്നത് ഇവർക്കറിയാം. അതുകൊണ്ടാണ് ഇവർ ഇവരുടെ കൂടെ കുറേ കുറേ മീഡിയക്കാരുണ്ടല്ലോ, അവരെയും കൂട്ടിക്കൊണ്ടൊക്കെ പോകാമല്ലോ. ഇവരെയും കൂട്ടിക്കൊണ്ട് പോകാമല്ലോ. പോയി ഇവർക്ക് അവിടെ ചെന്ന് കാര്യങ്ങൾ സംസാരിച്ച് ഇവർക്ക് സത്യങ്ങൾ പുറത്തു കൊണ്ടുവരാമല്ലോ. അപ്പോൾ അതൊന്നുമല്ല, ഇതെല്ലാവരുടെയും കയ്യിലുണ്ട് പ്രശ്നങ്ങൾ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഹൈപ്പും ചെയ്യാൻ മറക്കരുത്. ഭയങ്കര ചൂട്, വേർത്ത് കുളിച്ച് നമുക്ക് മറ്റൊരു വീഡിയോയുടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാമേ.